പൂത്ത് കരിനീർ പൂത്ത് നീയും കാണുന്നുണ്ടോ. പാട്ടുണ്ടാക്കുമ്പോൾ ആ പാട്ടിന് അനുയോജ്യമായ സാധനം നമ്മൾ കൊടുക്കും. അത്രയും. ഓ നന്ന ശർമാന നന്ന മില, ഇങ്ങനെ ഒരു ഹിന്ദി പാട്ട് ചെയ്തു. അത് പ്രിയദർശൻ കേട്ടു. പ്രിയദർശൻ പറഞ്ഞു നമുക്ക് ഈ ട്യൂൺ നമ്മുടെ ഈ സിനിമയിൽ ഉപയോഗിക്കാം. കമ്പോസ് ചെയ്യുമ്പോൾ ഒരു കോൺസെപ്റ്റാണ്. ഈസ് ഇറ്റ് എ ഹാപ്പി സോങ്, ഇസ് എ സാഡ് സോങ്, ഈസ് ഇറ്റ് എ ലവ് സോങ് ഓർ ഈസ് ഇറ്റ് എ ക്വേസായി ലവ് സോങ് പോലത്തതാണോ. ബിച്ചു തിരുമലയാണ് എനിക്ക് ആ ട്യൂൺ ആദ്യം ഇട്ട് തരുന്നത്. ബിച്ചു തിരുമല എത്ര ഇട്ട് തന്നപ്പോൾ ഞാൻ അതിന്റെ പുറകെ അങ്ങ് പോയി. സത്യനന്ദിക്കാട് എന്താണ് പറഞ്ഞത്? ഐ വോണ്ട് എ ലവ് സോങ്, പക്ഷെ അതിനൊരു വെസ്റ്റേൺ ബീറ്റ് വേണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പം പപ്പം 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 പം പം പപ്പം പപ്പം. സാറിന്റെ പാട്ട് കേൾക്കുമ്പോഴേ സാറിന് തന്നെ പ്രണയം തോന്നുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? എനിക്ക് പ്രണയം അങ്ങനെ വരാറില്ലല്ലോ. കൂടുതൽ ഇഷ്ടം ഈ സാഡ് സോങ് കമ്പോസ് ചെയ്യാൻ. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ. ആക്ഷൻ ഹീറോ ബിജുവിലെ എബ്രിഷൈൻ ഈ പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സാറ് പുറത്താക്കി കഥവ് കുറ്റിയിട്ടെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അത് ശരിയാണ്. മലയാളിക്ക് കാലാതീതമായ സംഗീതം സമ്മാനിച്ച മലയാളത്തിന്റെ ലെജൻഡറി മ്യൂസിഷ്യൻ ജെറി അമൽദേവാണ് ഇന്ന് ഷോസ്കേപ്പിൽ. നമസ്കാരം സർ. നമസ്കാരം സാർ. ഇപ്പോ ഞാൻ കാലാതീതം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. കാലാതീതം. അതെ, കാലാതീതം. ഈ കാലാതീതമായ സംഗീതം എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് ചേരുന്നതാണല്ലോ. ചിലപ്പോ മെലഡി ആയിരിക്കാം, ഈണമായിരിക്കാം, വരികളായിരിക്കാം, ചിലപ്പോൾ ഓർക്കസ്ട്ര ആയിരിക്കാം, ചിലപ്പം ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ വികാരങ്ങളായിരിക്കാം. സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലാതീതമായ വാക്ക് എന്തെല്ലാം ഫാക്ടേഴ്സ് ചേരുമ്പോഴാണ് അന്വർത്ഥമാകുന്നത്? എനിക്കറിഞ്ഞുകൂടാ. ഈ കാലാതീതം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പാട്ടുണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞ് ആളുകൾ അത് കേട്ട് കേട്ട് പറയുമ്പോഴാണ് ഓ ഇത് കാലാതീതമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പാട്ടുണ്ടാക്കുമ്പോൾ ഇതൊന്നും തലയിലില്ലല്ലോ. നമ്മൾക്ക് ഒരേ ഒരു ആശയമേ ഉള്ളൂ. പാട്ടുണ്ടാക്കുമ്പോൾ ആ പാട്ടിന് അനുയോജ്യമായ സാധനം നമ്മൾ കൊടുക്കും, അത്രയും. പിന്നെ അതിനെന്ത് സംഭവിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നല്ല പാട്ട് ആരും കേൾക്കാതെ പോയിട്ടുണ്ട്, ചിലപ്പോൾ വലിയ ഗുണമില്ലാത്ത പാട്ട് ആളുകൾ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ കാലാതീതം എന്നൊക്കെ പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ കേൾവിക്കാർ കൊടുക്കുന്ന ഒരു ആഡ്ജക്റ്റീവാണ്. അല്ല, സാറിനിപ്പോ ഒരുപാട് ലേറ്റർ സ്റ്റേജിൽ സാർ ഇപ്പോഴൊക്കെ ഇരുന്ന് സാറിന്റെ ഒരുപാട് പാട്ടുകൾ കേൾക്കുമ്പോൾ സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാനൊന്നൊരു പാട്ടുണ്ടാക്കി ഇവർ പറയുന്ന കാലാതീതം ആയിക്കോട്ടെ, നമുക്ക് എതിർപ്പില്ല. അല്ല, മറ്റ് സംഗീത സംവിധായകരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഇപ്പം ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. സാറിന്റെ സമകാലീനരായിട്ടുള്ള അവർ നല്ല കാര്യം, എല്ലാവരും നല്ല കാര്യം ചെയ്യുന്നു, അതിനനുസരിച്ച് അവർക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നതിൻ്റെ അപ്പുറത്തെ മറ്റ് ചിന്തകളൊന്നും വരുന്നില്ല. ഈ കാലാതീതം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടിയാണ്. ഇപ്പോൾ കാളിദാസൻ ശാകുന്തളം എഴുതി എന്നൊക്കെ പറയുമ്പോൾ അത് കാലാതീതമാണ്. അതായത് എത്ര കൊല്ലമാണ്, ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടും ശാകുന്തളമൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ ഒരു 10-40 വർഷം കഴിയുമ്പോൾ ആരാ നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത് കണ്ടുപിടിക്കണം. വാട്ട് ഐ മീൻ. ഇപ്പം തൽക്കാലം ഈ സ്മോൾ ഗ്യാപ്പിൽ പീപ്പിൾ പറയുന്നു ഇത് കൊള്ളാം, എൻ്റെ അപ്പൂപ്പന് ഇഷ്ടപ്പെട്ട പാട്ട്, എനിക്കിഷ്ടപ്പാട്ട്, എൻ്റെ കൊച്ചുമാന് ഇഷ്ടപ്പെട്ട പാട്ട്, അപ്പോൾ ഇദ്ദേഹം കാലാതീതമനാണെന്ന് പറയുന്നു. ഇപ്പം ഓർത്തിരിക്കുന്നോണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പം വന്ന് സാറിനോട് സംസാരിക്കുന്നത്. സാർ, ഇപ്പോ ഓണമാണല്ലോ. അപ്പോ ഈ ഓണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പണ്ട് കാലത്തില് കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ ചില ഓണപ്പാട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം സാറ് ചെയ്ത അത്തപ്പൂന്നുള്ളി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പ്രിയദർശൻ സാറായിരുന്നു അല്ലേ ആ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് കിട്ടുന്നത്. പഴയ കാലത്തെ ഗ്രാമങ്ങളിലെ ഒരു ഓണപ്പാട്ടിന്റെ ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ ആ പാട്ട് എങ്ങനെയായിരുന്നു? ഇപ്പം പ്രിയദർശൻ സാർ തന്നൊരു ബ്രീഫ് എന്തായിരുന്നു ആ പാട്ടിനെ കുറിച്ച്? എൻ്റെ യഥാർത്ഥ സ്റ്റോറി ഇതാണ്. ഞാൻ ഒരു പാട്ട് ഹിന്ദിയിൽ ചെയ്തു. അതിങ്ങനെയായിരുന്നു. അന്ന അന്ന ജന അന്ന അന്ന ജന നന്ന ശർമാന ഓ നന്ന ശർമാന നന്ന മില കെ ദിൽ മില, ഇങ്ങനെ ഒരു ഹിന്ദി പാട്ട് ചെയ്തു. അത് പ്രിയദർശൻ കേട്ടു. പ്രിയദർശൻ പറഞ്ഞു നമുക്ക് ഈ ട്യൂൺ നമ്മുടെ ഈ സിനിമയിൽ ഉപയോഗിക്കാം.
ഏത് സിനിമയാണ്? പുന്നാരം പൊന്നാരം ചൊല്ലിച്ചു. അപ്പോൾ ONV കുറുപ്പ് സാറിനോട് പറഞ്ഞു ഇതിനൊരു ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് ഇത് പറ്റിച്ചത്. അഷ്ടപ്പൂ എന്നിട്ടപ്പോൾ ആളുകൾ വിചാരിച്ചു ഇത് ഓണത്തിന് ഉണ്ടാക്കിയ പാട്ടാണ്. അല്ല, പക്ഷെ ഭാഗ്യത്തിന് ഓണത്തിന് പാടാവുന്ന ഒരു പാട്ടായതുകൊണ്ട് അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. became very popular. ഇപ്പൊ പ്രിയദർശൻ സാർ ബ്രീഫ് പറയുമ്പോഴേ അതിന്റെ ഒരു പിക്ചറൈസേഷനും കൂടെ സാറിന് പറഞ്ഞു തരാമല്ലോ. ഇപ്പൊ സെറീന വഹാബും റഹ്മാനും ആണല്ലോ അതിനകത്ത് ഞങ്ങൾ പറയുന്നില്ല. ഒരു ബോയ് ആൻഡ് മാരീഡ് വുമൺ ആർ ജസ്റ്റ് he likes her and she likes him, but they run around and sing. എത്ര പറയുന്നുള്ളൂ, അല്ലാതെ ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ ബോധം കെടുത്തില്ല. അത് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. ടൂ മെനി ഡീറ്റെയിൽസ് തന്നിട്ട് കാര്യമില്ല. കമ്പോസ് ചെയ്യുമ്പോൾ ഒരു കോൺസെപ്റ്റാണ്. ഈസ് ഇറ്റ് എ ഹാപ്പി സോങ്, ഇസ് എ സാഡ് സോങ്, ഈസ് ഇറ്റ് എ ലവ് സോങ് ഓർ ഈസ് ഇറ്റ് എ ക്വേസായി ലവ് സോങ് പോലത്തതാണോ? അങ്ങനെയുള്ള ജനറൽ ഇമേജസ് ഞങ്ങൾക്ക് തരുള്ളൂ. പിന്നെ ബാക്കി അവരതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കളിയാണ്. സാറിന്റെ പാട്ട് കേൾക്കുമ്പോഴേ സാറിന് തന്നെ പ്രണയം തോന്നുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? എനിക്ക് പ്രണയം അങ്ങനെ വരാറില്ലല്ലോ. പക്ഷെ സാർ ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഗുരുജി ഒരു വാക്കില് എന്നാലും അതിന്റെ ഈണം റൊമാൻസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അത്രയും നല്ലോണം ഈണം ചെയ്യാൻ പറ്റുന്നത്? മെയിൻ തിങ്സ് ഇപ്പൊ ഉദാഹരണം ഏത് പാടും ഒരു ഉദാഹരണം ചെഞ്ചുണ്ടിൽ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ ഒരു ഫോക്ക് സോങ്ങിന്റെ സ്റ്റൈലിൽ വേണം എന്ന് ഞാനും ബിച്ചു തിരുമലയും കൂടി അങ്ങ് നിശ്ചയിച്ചു. അപ്പോൾ എനിക്ക് ഫോക്ക് സോങ് എവിടെ അറിയാം? ഞാൻ എറണാകുളത്ത് ഓടിക്കളിച്ച പയ്യൻ, പിന്നെ കുറച്ച് നാൾ വടക്കേ ഇന്ത്യയിൽ പോയി, കുറച്ച് കഴിഞ്ഞ് അമേരിക്ക പോയി. എനിക്ക് എവിടെയാണ് നാടോടിപ്പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല എനിക്ക്. പക്ഷെ ഞാൻ ബിച്ചുവിനോട് ചോദിച്ചു, ബിച്ചു നിങ്ങളുടെ ഈ തിരുമല സൈഡിലെ ഈ ലേഡീസ് ഞാറ് നടുമ്പോഴൊക്കെ ഒരു പാട്ടൊക്കെ പാടാറ് ഉണ്ടല്ലോ, അതുപോലെ നമുക്കൊന്ന് കച്ചിയാലോ? നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിച്ചു തിരുമലയാണ് എനിക്ക് ആ ട്യൂൺ ആദ്യം ഇട്ട് തരുന്നത്. ഇങ്ങനെ ലാ 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 ബിച്ചു തിരുമല എത്രയും ഇട്ട് തന്നപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പോയി. അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് ഫോക്ക് സോങ് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു വാല് കിട്ടിയാൽ നമുക്ക് അവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഫുള്ളായിട്ട്. അപ്പോൾ ഇറ്റ്സ് എ സംതിങ് ഇറ്റ് ഹാപ്പൻസ്. ബിച്ചു എനിക്കൊരു കഷ്ണം ഇട്ട് തന്നു, ഞാനതിന് കൊണ്ടുവന്നായി. അപ്പൊ നമുക്ക് ഈ പവിഴമല്ലി എന്നുള്ള പാട്ടുണ്ടല്ലോ, അതും ഒരു റൊമാൻറ്റിക് സോങ് അല്ലേ? അത് റൊമാൻറ്റിക് സോങ്. അത് അതിനകത്ത് ഇപ്പൊ ശ്രീനിവാസൻ ചില സ്റ്റെപ്സ് ഒക്കെ ഇടുന്നുണ്ടല്ലോ സാറിന്റെ ചില ട്യൂണില്. അത് ആ പാട്ട് കണ്ടായിരുന്നല്ലോ സാറ്. അപ്പൊ സത്യനന്ദിക്കാട് എന്താണ് പറഞ്ഞത്? ഐ വോണ്ട് എ ലവ് സോങ്, അത്ര പറഞ്ഞു. പക്ഷെ അതിനൊരു വെസ്റ്റേൺ ബീറ്റ് വേണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഫോർ എക്സാമ്പിൾ പം പപ്പം 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 പം പം പപ്പം 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 ഇങ്ങനെ ഞാനൊരു വെസ്റ്റേൺ ഝും ചക്ക ചക്കിട്ട ചക്ക ഝും ചക്ക, ഇതൊരു റോക്ക് ആൻഡ് റോളിൻ്റെ ഒരു ബീറ്റാണ്. അതിനനുസരിച്ച് ഞാൻ ഒരു ട്യൂണും ഉണ്ടാക്കി. പ്രേമമാണ് എന്നുള്ള സങ്കല്പത്തിൽ. അപ്പോൾ ആദ്യ ട്യൂൺ ഞാനിങ്ങനെ ഇട്ട ട്യൂൺ ഇങ്ങനെയാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ മുലനേഴി ആരാണെന്നൊന്നും അറിഞ്ഞു. അപ്പോൾ സത്യനന്ദിക്കാട് തന്നെ ഈ എറണാകുളത്ത് പത്മ തിയേറ്ററിന്റെ പുറകിൽ ഒരു ചായക്കടയുണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു ഇപ്പൊ ലിറിസിസ്റ്റ് ഇപ്പോൾ വരുവോട്ട് വന്നു. ഞാൻ വിചാരിച്ചു സൂട്ടും കൂട്ടിട്ട് ഒരാൾ വരും, അയാൾക്ക് ഇത് മനസ്സിലാവുമല്ലോ. ജം ചം 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 ഒരു മോഡേൺ സ്റ്റഫ്. നോക്കിയപ്പോൾ ആരാ വരുന്നത്? ഒരു കഷണ്ടി തലേൻ, മുഷിഞ്ഞ ഉടുപ്പ്, ഒരു മുഷിഞ്ഞ സഞ്ചി തൂക്കിയിട്ടുണ്ടെങ്കിൽ വഴി. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഇത് ഇയാളിതെന്ത് എഴുതാൻ പോയി. ഏതായാലും വന്നു ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ട്യൂൺ ഒന്ന് കേൾക്കട്ടെ. ഞാനിങ്ങനെ പാടി
ലലലലലലലല. ഒന്നും കൂടി പാടാമോ? ഒന്നും കൂടി പാടി. ആ എന്നാ എഴുതിക്കോളൂ. പെട്ടെന്ന് തന്നെ എഴുതി. അതാണ് അത്ഭുതം. ഞാൻ എഴുന്നേറ്റ് തൊഴുതു അദ്ദേഹത്തെ. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലമാനം, കറക്ഷനില്ല. പാട്ട് ഹോൾ ആ അപ്പൊ തന്നെ ആശാനിങ്ങോട് ഞാനൊരു ലൈൻ പറയുന്നു, അദ്ദേഹം ജ്യൂ എന്ന് പറയുന്നു, ഞാൻ എഴുതുന്നു, പാടുന്നു, ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു. അപ്പൊ അമേസിംഗ് മാൻ, ഈസ് എ പോയറ്റ്. അദ്ദേഹം ഈ തൊഴുതപ്പം അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ എന്താ? അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയാ, വലിയ റിയാക്ഷൻ ഒന്നുമില്ല. ഹീസ് എക്സ്പെക്ടിങ് എന്താണ് എഴുതണ്ടെന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വൃത്തം, അവർക്ക് അതായത് വൃത്തമാണ് വേണ്ടത്. ഇത് കിട്ടാൻ മതി, ട്യൂൺ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച എല്ലാം ഒരുപോലെ. പിന്നെ ലാലലീ ലാലലീ പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അത്ഭുത ജീവിയാണ് മിസ്റ്റർ മുല്ലനേരി. ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അത് സത്യനന്ദിക്കാട് ഞാനും പോയി. അവിടുത്തെ അമ്മയോട് ചോദിച്ചു, ഇവിടെ മകൻ ഇവിടെ ഉണ്ടോ? അയ്യോ, അവൻ കാലത്ത് എഴുന്നേറ്റ് എങ്ങോട്ട് പോയി, എവിടെയാണെന്ന് ആർക്കും പറയാൻ പറ്റും. വൈഫിനോട് ചോദിച്ചു. ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോ, പിന്നെ രാത്രിയൊക്കെ തിരിച്ചു വരും. എവിടെ പോയപ്പോൾ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, അവിടെ അവന് മലയാളം പഠിപ്പിക്കുക. ഓ, ഒല്ലൂർ സൈഡിൽ ഇവിടെ. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥ അതിദാരുണം. അതിന്റെ വേലി ഇങ്ങനെ മറിഞ്ഞു കിടക്കുക. വേലിയാണ്, മതിൽ കൂടിയില്ല. ഒരു പഴയൊക്കെ ഓടിട്ട കെട്ടിടത്തില് ഞങ്ങൾ ചെന്നപ്പോൾ ആരുമില്ല. നോക്കിയപ്പോൾ മുല്ലനേഴിനെ അവിടെ കാണാം. ഞാൻ അവിടെ ഗേറ്റ് കീപ്പർ ആരോട് ചോദിച്ചത്, ഓ ആശാൻ സ്കൂൾ സമയത്ത് ഇവിടെ ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അവിടുത്തെ മലയാളം പഠിപ്പിക്കുന്ന ഒരു സാറായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ഇത്ര എന്താ സാഹിത്യ അഭിരുചിയും ഇത്ര കഴിവുകൊണ്ടൊന്നും ഒരു പിടുത്തമില്ല. പിന്നെ അദ്ദേഹം എന്താണ് കൂടുതൽ സിനിമകളിലോട്ട് എഴുതാത്തതിന്റെ റീസൺ എന്തെങ്കിലും? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അങ്ങനെയൊക്കെയാണ് സത്യൻ സാർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിനെ കുറിച്ചൊന്നും. ഒന്നും പറയാം. അതായത് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മയൊന്നും അല്ല. ഇപ്പോൾ ഞാൻ കോട്ടയത്ത് ഒരു പലചരക്ക് വിറ്റ് കുറേ കാശൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കൊരു മോഹം, ഒരു നല്ല നടിയോടുകൂടി ഒന്ന് അടുത്താൽ കൊള്ളാം. ഞാൻ എന്താ പറയുക, മദ്രാസിൽ ഒരു സിനിമ പിടിക്കുക. ഞാൻ ജനറിക്കായിട്ട് പറയാൻ ആരെയും കുറ്റപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം നേരെ ട്രെയിൻ പിടിച്ച് മദ്രാസിൽ വന്നിറങ്ങുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആളുകൾ അവിടെയുണ്ട്. അപ്പം സാറ്, ഞാനൊരു പടം എടുക്കാം. പേടിക്കാനില്ല, ഇങ്ങോട്ട് പോയി, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ അയാളെ ചൂഷണം ചെയ്യാൻ ഇവിടെ ഒരുപാട് ആളുകൾ മദ്രാസിൽ നിരന്ന് നിൽക്കാൻ. ഏത് നടിയാണ് സാറിൻ്റെ മനസ്സിലുള്ളത്? ഇവരൊക്കെ അവൈലബിൾ, എന്താ അവരുടെ ചാർജ്? നമുക്ക് അവരോട് പോയി ചോദിക്കണം, നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ പോക്ക്. അല്ലാതെ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നുമില്ല. കുറേ ആളുകൾ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെപ്പോലെ നിരപരാധികൾ വിളിച്ച് കൂട്ടുന്നു. അതിനകത്തൊരു പാട്ട് വേണം, അവരാണ് ജറിയമല്ല, ആരായാളെ പാട്ടുണ്ടോ, അയാൾ വിളിച്ചു. മറ്റേ ആളാരാ, അവിടെ ബിജു തിരുമലെന്നാണ്, എന്താ എഴുതുന്ന അയാളെ വിളിച്ചു. ഇങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ ജറിയമൽ ദേവ് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പിടിച്ചൊന്നും ആരും നടക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാനല്ലെങ്കിൽ അവിടെ ജോൺസണാണ്, ജോൺസൺ വിളിക്കും, അത്രയേ ഉള്ളൂ കേസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സിനിമ. പക്ഷെ സാർ ഇത്രയും മനോഹരമായിട്ടുള്ള എവർഗ്രീൻ സോങ്സ്, സാറ് അതിന്റെ പൊസിഷൻ അല്ലേ? പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന് സാറിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട്. പക്ഷെ അതൊക്കെ പിന്നീടല്ലേ വരുന്നത്. ആ സമയത്ത് നമ്മളെ കൊണ്ടൊരു പാട്ടുണ്ടാക്കിക്കുന്നു, അവർ പാട്ടുമായിട്ട് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, പടം വിജയിക്കുന്നു. അപ്പൊ പറയാം, ഇന്ന പ്രൊഡ്യൂസർ ഉണ്ടാക്കിയ പടം കേട്ടോ. അത്രേ ഉള്ളൂ. സാർ ഇപ്പൊ ഈ പാട്ടിൽ തന്നെ, ഈ പവിഴമലയിൽ തന്നെ ശ്രീനിവാസൻ സാറിന്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് കാണുമ്പോ തന്നെ അതും ആ സ്റ്റെപ്പും ആ സാറിന്റെ ഓർക്കസ്ട്രയും അത് ബ്ലെൻഡ് ചെയ്തപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ അത് സത്യനന്ദിക്കാട് ആ സമയത്ത് അയാളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്നോട് പറഞ്ഞില്ല അപ്പൊ ഈ പാട്ടിൽ ഇത്തിരി കോമിക് ഉണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. അത് അവരുടെ ബുദ്ധിയാണ്. സാറ് ചെയ്ത പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചറൈസേഷൻ ഏതാണ്? ഏത് സിനിമയുടെ പാട്ടാണ്? അങ്ങനെ നോക്കിയിട്ടില്ലല്ലേ? ടു മെനി സോങ്സ് ഓർത്തിരിക്കാൻ. പിക്ചറൈസേഷൻ ഒന്നും പറയാൻ പറ്റില്ല.
കാരണം ഇതുപോലത്തുള്ള, കാരണം ഇപ്പോ 1000 കണ്ണുമായി എന്നുള്ള ആ പാട്ടുണ്ടല്ലോ സാർ, എവർഗ്രീൻ സോങ് ആയിരുന്നില്ലേ? അപ്പൊ അതിനകത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ആ അമ്മാമ്മയും മോളുമായിട്ടുള്ള ചില പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു അല്ലേ? സാറിന്റെ മമത എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു പാട്ടായിരുന്നു അല്ലേ? ആ സിനിമ റിലീസ് ആവാത്തോണ്ട് ഇങ്ങോട്ട് പോയത്. അല്ല, അത് ബിജു തിരുമല സാറായിരുന്നല്ലോ അതിന്റെ ലിറിസിസ്റ്റ്, 1000 കണ്ണുമായി. ഈ പാട്ട്, അതിനകത്ത് ആ പാട്ട് കേൾക്കുമ്പോ നമുക്കൊരു നേരെ ഒരു വിഷാദം മനസ്സിലോട്ട് വരും. പക്ഷേ അതേസമയം വിഷാദവും വാത്സല്യവും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക്കാണ്. സാർ അത് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു? കാരണം സാറിന്റെ പാട്ടുകൾക്ക് ഒരു മൂഡും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടുകളാണ്. ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ മൂഡ് സാറിന് ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ഇപ്പൊ നമ്മളോട് ഒരു പാട്ട്, ഇങ്ങനത്തെ ഒരു അമ്മമ്മയും കൊച്ചുമകളും കൂടി, അമ്മമ്മ ഇങ്ങനെ കൊച്ചുമകളെ കാത്തിരിക്കുന്ന ഒരു സീനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഭയങ്കര ഗുസ്തി പിടിക്കാനുള്ള സൗകര്യമില്ല. ഒരു അമ്മമ്മയുടെ വാത്സല്യം പുറത്തേക്ക് വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് വേണം. അതിനുശേഷം അത് ഹാപ്പി ആയിട്ട് പാടുമ്പോൾ അതിനനുസരിച്ചുള്ള ചേരുവകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ബേസിക് ട്യൂൺ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ മലയാളത്തിലെ വൃത്തങ്ങളുണ്ടല്ലോ, പല പല വൃത്തങ്ങൾ. അതിൽ വൺ ഓഫ് ദ ബേസിക് വൃത്തമാണ് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. അതാണ് ഈ പാട്ടിലുള്ളത്. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. ഇതാണ് രാഗം. ഇതെല്ലാം മലയാളികളുടെ ഹൃദയത്തിന്റെ അടിയിൽ ഇവൻ കിടക്കുക. അപ്പോൾ ബിച്ചു തിരുവനന്തപുരം ഓമനക്കുട്ടനെ നമുക്ക് വേണ്ടത് 1000 കണ്ണുമായ അമ്മമ്മ ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ അദ്ദേഹം എഴുതി 1000 കണ്ണുമായി കാത്തിരുന്നു. പാട്ട് ഇവിടെ നിലത്ത് കിടന്നിട്ട് ട്യൂൺ ഷൂ എന്ന് പറഞ്ഞ മുകളിലേക്ക് പോയി. അതിനകത്തൊരു കോറസ് ഉണ്ടല്ലോ, പൈങ്കിളി മലർത്തേങ്കിളി. സത്യം പറഞ്ഞ ആ പൈങ്കിളി എന്നൊക്കെ അച്ഛൻ മകളെ വിളിക്കുന്നതും കാമുകൻ കാമുകയെ വിളിക്കുന്നതും പൈങ്കിളി എന്ന് വിളിക്കുമല്ലോ. പല പല അർത്ഥത്തിലും. അതെ, ആ വരി വന്നത് ബിജു തിരുമല സാറിന്, ആ വരി പൈങ്കിളിയും മലർത്തേങ്കിളിയും ഇപ്പോഴും നമ്മള് അമ്മ മകളെ വിളിക്കുന്നതും ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നതും, ആ വരി വന്നത് സാറിന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും? ഒന്നുമില്ല, അദ്ദേഹം ഇരുന്നിരിപ്പിലങ്ങ് എഴുതി വിട്ടു. പൈങ്കിളിയും മലർത്തേങ്കിളിയും ആലോചിച്ച് പിടിക്കൊന്നുമില്ല, ഇത് കേട്ട വഴി ആശാനം എഴുതി. പിന്നെ അതിനകത്ത് വേറൊരു മനോഹരമായിട്ടുള്ള വരിയുണ്ട്. മാത്രമല്ല അതിന്റെ പിക്ചറൈസേഷനും മെലഡിയും ഓർക്കസ്ട്രയും എല്ലാം. അതായത് എന്നെന്നും എന്റെ ഓർമ്മയിൽ പൂത്തുവിരിഞ്ഞ മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്ന ജീവചൈതന്യമേ. ഇതൊക്കെ ബിച്ചുവിന്റെ കഴിവാണ്, എന്റെ അല്ല. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ. അപ്പൊ ആ ഒഴുക്കിൽ ഇത് സംഭവിക്കാൻ അന്ന് ആലോചിക്കുന്നൊന്നുമില്ല. സാർ, ഈ ഫാസിൽ ഈ പാട്ട് കേട്ടിട്ട് ആദ്യം അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. റെക്കോർഡ് ചെയ്തപ്പോ സ്പീഡ് കൂടി പോകുന്നു. അതായത് ഞങ്ങൾ ഇങ്ങനെ താളത്തിൽ 1000 കുറച്ചു നേരം കഴിയുമ്പോൾ 1000 കണ്ണുമായി കാത്തിരു ഇങ്ങനെയായി. അപ്പൊ ഫാസ്റ്റ് പറഞ്ഞു, അയ്യോ എന്താ സംഭവിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ഒരു ബീറ്റ് തരാനായിട്ട് അവിടെ എൻ്റെ കൂട്ടുകാരൻ തിയഡോർ എന്ന് പറയുന്ന ഒരാൾ, ആലപ്പുഴക്കാരൻ. അപ്പം അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, മാഷേ നമുക്ക് ഈ മെഷീനിലൊരു ടിക് 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 എന്ന സ്വരമുണ്ട്, അതെല്ലാവരും ചെവിയിലിട്ട് കൊടുത്താൽ അവർ ആ സ്പീഡിലെ വായിക്കും. അങ്ങനെ തിയഡോറാണ് ഈ പാട്ടിനെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ പാടി പാടി സ്പീഡ് കൂടി കൂടി പോയാണ്. അപ്പം അവന് അപ്പോൾ ഫാസിലൊക്കെ ആദ്യം വളരെ വിഷമിച്ചു. പക്ഷെ ഇങ്ങനെ ഈ പാട്ട് എടുക്കാൻ മോർ ദാൻ 8 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. അപ്പം ഇത് ആളുകൾ വായിച്ച് അവർക്ക് മടുത്തു. അത്രയും സമയം എടുത്ത് ആദ്യമായിട്ട് കേരളത്തിൽ സിനിമാ പാട്ട് എടുക്കുകയാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് ആരും സിനിമാ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് നവോദയ അപ്പച്ചൻ പറഞ്ഞിട്ട് ചെലവ് ചുരുക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലെങ്കിൽ മദ്രാസിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവരണം, അവർക്കൊക്കെ ഹോട്ടലിൽ കൊടുക്കണം, പിന്നെ എയർ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, പിന്നെ ഇവരുടെ ചാർജ് ഡബിൾ.
വേറെ സ്ഥലത്തൊന്ന് വായിക്കുമ്പോൾ 100 രൂപയ്ക്ക് പറയും 200 കൊടുക്കും. അതുപോലെ പാട്ട് പാടുന്ന എസ് ജാനകിക്കും അവർ 5000 രൂപയാണ് 10000 രൂപ കൊടുക്കണം. അവർക്ക് 5 സ്റ്റാർ ഹോട്ടലിലൂടെ ഇത് ചിലവങ്ങോട്ട് പോവുകയല്ല. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ വല്ല പിള്ളേരെ കൊണ്ട് പാടിക്കാൻ. ഞാൻ പറഞ്ഞു കൊള്ളാം, നമ്മുടെ ചിത്ര നന്നായിട്ട് പാടുന്നുണ്ട്, അവരെ കൊണ്ട് പാടിക്കാം. അങ്ങനെ സംഭവിച്ച സാർ ആ സിനിമയിൽ തന്നെ കിളിയെ കിളിയെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതിനകത്ത് ലല്ലല്ല ലല്ലല്ല എന്നൊരു പോർഷനില്ലേ സ്വരങ്ങള്. ഈ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ ഒരു മ്യൂസിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവരാനായിട്ട് ഈ ലല്ലല്ല ലല്ലല്ല ഉപയോഗിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ സിനിമകളിലൊന്നും അങ്ങനെ ഈ ലല്ലല്ല കാണില്ല. ഈ ലല്ലല്ല എന്നുള്ളൊരു മ്യൂസിക്കൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ? അതായത് ലല്ലല്ല നമുക്ക് എല്ലാവരും ഒരു ഹാപ്പി മൂഡ് വരുമ്പോൾ ലല്ലല്ല ലല്ല അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു നാച്ചുറൽ സിലബിളാണ്. അപ്പോൾ നമ്മളത് അറിയാതെയും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഏതാണത്? തേൻമൊഴി ശിശിരങ്ങളി വഴിയേ ഒളിരും ചിറകിൽ പനി നീരലയിൽ കളിയാടി വായതിലേ ഇളയാടി വായതിലേ അവർ കൊന്നും മേലേലോ അങ്ങനെ വന്നു. കാരണം ഇപ്പോഴെങ്ങനെ ഒരു മ്യൂസിക്കിൽ ഈ ലല്ലല്ല ഉപയോഗിക്കൂല. അന്നൊക്കെയാണ് ഈ ഭയങ്കര ഈ ലല്ലല്ല ഒരുപാട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ചിത്രാമ്മയുടെ വോയിസിലാണ് നമ്മൾ ഈ കൂടുതൽ ലല്ല നമ്മളെ കേട്ടിട്ടുള്ളത്. അതായത് ഏറ്റവും സിമ്പിൾ സിലബിൾസ് നമുക്ക് സിലബിൾ പറയാൻ പറ്റുന്ന സിലബിൾ അല്ല. അല്ല ഗു ഗു എന്ന് ഗു 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 എന്ന് പറഞ്ഞാൽ അരോചകമാവില്ല. ആ ഒരു ഹാപ്പി മൂഡ് കൊണ്ടുവരാനായിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സാറിന്റെ ആദ്യത്തെ പടം, അതൊരു സാഡ് സോങ് ആണ്. എനിക്ക് തോന്നുന്നത് സാറിന് കൂടുതൽ ഇഷ്ടം ഈ സാഡ് സോങ് കമ്പോസ് ചെയ്യാൻ. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ, ചില ആളുകൾക്ക് ഇങ്ങനെ, ചില ആളുകൾക്ക് മത്തി ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ചിമ്മിന് ഇഷ്ടം. എന്ത് പറയും, അതെന്താ അങ്ങനെ? അല്ല, പക്ഷെ സംഗീതത്തിലോട്ട് വരുമ്പം ഈ വിഷാദ സോങ് ചെയ്യാനായിട്ട് അതിനോട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത സാറ് കാണുന്നുണ്ടോ? ഞാൻ കാണുന്ന വിഷാദ ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും, എന്നിട്ട് അത് അവിടെ കിടക്കും കുറച്ച് നാൾ. ഹാപ്പി സോങ്സ് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിഷാദ ഗാനങ്ങളാണ് കുറെ കൂടി നമ്മുടെ ആത്മാവിനെ കയറി പിടിക്കുന്നത്. സാർ ഇപ്പൊ ഈ സോങ് ഉണ്ടല്ലോ മിഴിയോരോ എന്നുള്ളൊരു പാട്ട്, ഏത് ജാനകിയുടെ മിഴിയോരോ യേശുദാസിന്റെ മിഴിയോരോ? രണ്ടുപേരുടെയും മിഴിയോരം. ജാനകിയമ്മയുടെ മിഴിയോരം ഭയങ്കര ഫീലാണ്, ഭയങ്കര ഫീലാണ്. അപ്പം ആ മിഴിയോരത്തിൽ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ളൊരു വരുമല്ലോ, മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. കാരണം ആ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന് പറയുമ്പോഴാണ്, പാടുമ്പോഴാണ് നമുക്ക് ആ പാട്ടിനോട് അത്രത്തോളം ഒരു അടുപ്പവും ഫീലും വരുന്നത്. ബിച്ചു സാറ് ആ വരികൾ എഴുതിയപ്പോ സാറ് പർപ്പസ്ഫുള്ളി തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന് എഴുതിയതാണോ അതോ? ഞാൻ തലയിടുന്നേ ഉള്ളൂ. ബിച്ചു അവിടെ ഇരിക്കുന്നു, ഞാൻ ട്യൂൺ കൊടുക്കുന്നു, ബിച്ചു എഴുതുന്നു, പിന്നെ ചോദിച്ചതൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ തിരുത്തൊന്നുമില്ല അല്ലേ? തിരുത്തൊന്നുമില്ല. ഇല്ല, അദ്ദേഹം ആദ്യം എന്താ പറയാ, ഈസ് എ കൃതഹസ്തനാണ്, ഒരിക്കലും തെറ്റെഴുതില്ല. എൻ്റെ ട്യൂൺ അനുസരിച്ച് എൻ്റെ ദീർഘം ഹ്രസ്വമൊക്കെ കറക്റ്റായിട്ട് എഴുതുന്നതാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കമോ എതിർപ്പോ അങ്ങനെ ഒരിക്കലുമില്ല, തർക്കമേ ഇല്ല. അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെയാ ഞങ്ങൾ തർക്കിക്കാൻ ഇങ്ങനെ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോഴാണ് തർക്കം വരുന്നത്. അപ്പം ഞങ്ങളെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നു, അവർ പറയുന്നു ഇതാണ് ഇങ്ങനത്തെ ഒരു പാട്ട് വേണം, അപ്പം ഞാൻ ട്യൂണുണ്ടാകും. അപ്പം ഇങ്ങനെ ബിച്ചുവിനെ കൊണ്ട് ആദ്യം എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോ, ഞാനും വേണമെങ്കിൽ അതിന് ട്യൂണുണ്ടാകും. അല്ല സാറ് തന്നെ ആദ്യം ട്യൂൺ ഇട്ടിട്ട് ബിച്ചു എഴുതിട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ട്യൂൺ ഇടുന്നു, ബിച്ചു അതനുസരിച്ച് എഴുതുന്നു. അത് കഴിഞ്ഞ് ഹായ് അടുത്ത തവണ കാണാനോ ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു. അല്ലാതെ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനും വീട്ടിൽ പോയിരുന്ന് സൊള്ളു പറയാനൊന്നും സമയമില്ല. പക്ഷെ നിങ്ങൾ തമ്മിലല്ലേ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൗഹൃദം സ്വാഭാവികമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ വേണ്ടത്ര സമയം കൊടുത്തില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. ഞാനെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ചാട്ടമായിരുന്നു. ബിച്ചു തിരുവനന്തപുരത്ത് തന്നെ കൂടുതലും ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ മിഴിയോരം പാട്ടില് ഇപ്പൊ സാധാരണ രീതിയിൽ ഈ അനുപല്ലവിക്കും ചരണത്തിലും ഒരേ ട്യൂൺ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഈ പാട്ടിന്റെ ചരണത്തില് പ്രത്യേകിച്ച് എനിക്ക് ആ താനേന്ന് തുടങ്ങുന്ന ആ പോർഷനില് ചരണത്തിൽ ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. അതെന്താ അങ്ങനെ വ്യത്യാസം വന്നത്? കാര്യമില്ലാണ്. ഞാനത് പാട്ടുണ്ടാക്കിയപ്പോഴേ
ഏതോ വസന്തവനിയിൽ, അതാണ് ഒന്നാമത്തെ ചാന. അപ്പം രണ്ടാമത്തെ തവണ അതേ ട്യൂണിൽ പാടാമെന്ന് ഞങ്ങളെല്ലാവരും നിശ്ചയിച്ചു. താനേ തളർന്നു വീഴും, ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയല്ലോ, താനേ തളർന്നു വീഴുന്നു എന്നുള്ള വാക്കുകളുമായിട്ട് ഈ ട്യൂൺ പോകുന്നില്ലല്ലോ എന്നെനിക്ക് തോന്നി. അപ്പം തന്നെ ഞാനൊന്ന് മറിച്ചിട്ടു. താനേ തളർന്നു വീഴും വസന്തോത്സവം. ആ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അപ്പം ഉണ്ടാക്കി, അപ്പം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് അപ്പം റെക്കോർഡ് ചെയ്തു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതെ അതെ. യേശുദാസിന് അവാർഡ് കിട്ടിയ, സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടല്ലേ അത്? നവോദയ അപ്പച്ചനായിരുന്നല്ലോ പ്രൊഡ്യൂസർ. അദ്ദേഹം അന്നത്തെ കാലത്തെ ഒരു ലെജൻഡറി പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഈ പാട്ടൊക്കെ കേട്ട് അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടായിരുന്നോ? നല്ല കാര്യം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പോയത് എൻ്റെ അളിയൻ ജോസഫ് മാളിയേക്കൽ എന്ന് പറഞ്ഞ ഒരാൾ. ഹി വാസ് NPOL, നാഷണൽ സംതിങ് ഓഷ്യനോഗ്രാഫിക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ ഗവൺമെൻറ്, അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു പീറ്ററിയൽ നവോദയ അപ്പച്ചൻ്റെ കാര്യസ്ഥനായിരുന്നു. അപ്പോൾ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ, മ്യൂസിക്കൊക്കെ പഠിച്ച് വന്നിരിക്കുകയാണ്, നമുക്കൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയാൽ നല്ല എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ച വിദ്യം പറഞ്ഞു, നമുക്കൊരു പണിയേ പീറ്ററിയേട്ടും വരും, നമുക്ക് നവോദയ അപ്പച്ചനാണ്. ശരി, അങ്ങനെ ഞങ്ങൾ നവോദയ അപ്പച്ചൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മകൻ ഒരു ഷാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുക. മകൻ പറയുന്നത് തച്ചോളി അമ്പൂവിനേക്ക് നമുക്ക് തലേന്ന് എടുത്ത് മാറ്റാം, എത്ര കൊല്ലമായി ഇവരെയും പൊക്കിക്കൊണ്ട് നടക്കുന്നു. നമുക്ക് സാധാരണക്കാരുടെ വല്ല കഥ പറയാം, ചെറുപ്പക്കാരികളുടെ കഥ. അപ്പോൾ ആ നവോദയ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു, എടാ നസീറിനെയും ഷീലയൊന്നും കാണാതെ ആരും സിനിമ കാണാൻ പറ്റില്ല. പിന്നെ നിൻ്റെ ഏത് കൂട്ടുകാരും വന്ന് ചിരിച്ചാലാണ് ആളുകൾ ഈ സിനിമ കാണാൻ വരാൻ പോകുന്നത്. അന്ന് പറഞ്ഞിട്ടൊന്നും മകൻ സമ്മതിച്ചില്ല, നമുക്ക് ചെറിയ പടം ഉണ്ടാക്കണം വേറെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പടം ഉണ്ടാക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. ജെറിക്ക് ഇവരോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ എനിക്കന്ന് 40 വയസ്സുണ്ട്. ഇപ്പോൾ ഫാസിലൊക്കെ എന്നെക്കാലം ഇളയതാണ്, ജിജോയും ഇളയതാണ്. അപ്പോൾ എന്നെ അവരിരുന്ന് മുറിയിലേക്ക് കൊണ്ടു. അപ്പോൾ ഫാസിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആപ്കെ നസറോനെ സംജാ എന്നൊരു പാട്ടുണ്ട്. ആപ്കെ നസറോനെ സംജാ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അതുപോലെ ഒരു പാട്ടുണ്ടാക്കുന്നു. ഓ, ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആ വാക്കുകൾ അനുഭവം മറിച്ചിട്ടാൽ മതി. ഞാൻ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ, ആപ്കി നസറോൻ സംജാ ലാലേ. എത്ര വേഗം മറിച്ചിടാൻ മതി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു പയ്യൻ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി അവനെ വിളിക്കുന്നത് പോലെ ഇവന് തോന്നണം. അപ്പോൾ ഒരു വിളി വേണം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനത്തെ വിളി? എടാ മത്തായി ഇങ്ങോട്ട് വാ, അല്ല എടാ തൊമ്മി ഇങ്ങോട്ട് വാ. അല്ല മത്തായി തൊമ്മി എന്നല്ല. ജിജോ പറഞ്ഞു, മുക്കുറ്റിപ്പൂവേ, അങ്ങനൊരു വിളിയുണ്ട്. ഓ, മുക്കുറ്റിപ്പൂവിന് എന്താ പ്രയാസം? മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ. അപ്പൊ ബിച്ചു പറഞ്ഞു, എക്സാക്ട്ലി ബിച്ചു പറഞ്ഞു, അയ്യോ മുക്കുറ്റിപ്പൂന്ന് നോക്കണ്ട, മഞ്ഞണിക്കൊമ്പി. അങ്ങനെ ആ പാട്ട്. സാർ, ഈ പാട്ടിലെ ഇങ്ങനെ അതിന്റെ അനുപല്ലവിയോട് അനുബന്ധിച്ചാണെന്ന് ടും എന്നൊരു ശബ്ദം. അതെന്താ അങ്ങനെ? അതായത് ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. അമേരിക്കയിലെ അക്കാലഘട്ടത്തിൽ ഒരു പുതിയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, മ്യൂസിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ പറഞ്ഞിരുന്നത് സിൻഡ്രോം എന്നാണ്. SYNDROME, സിൻഡ്രോം. അപ്പം അതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡും 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 അങ്ങനെ വേണം, ഡും 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 ഇങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് അങ്ങനെയൊന്നും സ്വരം ഉണ്ടാകും. അപ്പം ഞാൻ വിചാരിച്ചൊരു നോവൽറ്റിക്ക് വേണ്ടി ഇത് ഈ പാട്ടിൽ നമുക്ക് കിടക്കട്ടെ എന്ന്. അത് മാറ്റാൻ ഫാസിൽ സാറൊന്നും പറഞ്ഞില്ല. അവർ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കാം. ഈ പാട്ട് എടുക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പോർഷൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കി, ഫാസിലും ജിജോയും കൂടി ഇങ്ങനെ നോക്കും.
ഇതെന്ത് ചെയ്യും, ഈ സാധനം എൻ്റെ പാട്ടിലുണ്ടെങ്കിൽ ഇവരാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഇത് എന്തിനു ഉപയോഗിക്കുന്നു അവർക്ക് തന്നെ ഒരു പിടുത്തമില്ലാതെ. ഏതായാലും ഈ പാട്ടുമായിട്ട് അവർ ഷൂട്ട് ചെയ്യാനായി കൊടൈക്കനാലിൽ പോയി. അവിടെ വെച്ചിങ്ങനെ ആലോചിച്ച് പിടിച്ചു വന്നപ്പോൾ അവർ വിചാരിച്ചു ഈ ടൂം എന്നുള്ള സ്വരം കേൾക്കുമ്പോൾ തിരശ്ശീലയിൽ നിന്ന് ആരെങ്കിലും കാണാതെ ആകാം. ടൂം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് മൊത്തം കാണാതെ മറ്റൊട്ടും വരുമ്പോൾ ഇപ്പുറത്ത്. അപ്പൊ അവരങ്ങനെ തന്നെ. അപ്പോൾ ഹോൾ തിങ് ഈ പാട്ടിന്റെ പിക്ചറൈസേഷൻ ഇതിൽ നിന്ന് വന്നതാണ്. അവർ പറഞ്ഞു നമുക്ക് വാണി ജയറാമിനെ 6 പൂർണിമ ജയറാമിനെ 6 പൂർണിമ ജയറാമിനെ ഇങ്ങനെ നിർത്തിയ പോലെ ഷൂട്ട് ചെയ്യാം, പ്രിസം വെച്ചിട്ട്. ഒരാളേ ഉള്ളൂ, പക്ഷെ 6 പേര് കാണും. ഇവിടെയും 6 പേര്. അപ്പോൾ ഒരു 2 വരുമ്പോൾ ഈ 6 പേരൊന്നും കാണാതെയാവും, അടുത്ത 2 വരുമ്പോൾ ഇവർ 6 പേരും കാണാതെ. ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് എല്ലാം കൊടൈക്കനാലിൽ വെച്ച് ചെയ്തു. അപ്പോ നവോദയ അപ്പച്ചൻ സാറ് മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മിനിമം ചെലവിലെടുത്ത പടം. അത് വലിയ ഹിറ്റായി. വലിയ ഹിറ്റായപ്പോ അപ്പച്ചൻ സാറിന്റെ ഒരു റിയാക്ഷൻ അങ്ങനെ എന്തെങ്കിലും? പിന്നെ അതിനുശേഷം എല്ലാം സിനിമകളുടെ ഒരു ട്രാക്ക് തന്നെ മാറി. അടുപ്പിച്ചിട്ടില്ല. പിന്നെ തച്ചോളി ട്രാക്ക് വിട്ടു. അപ്പൊ ഇത് വിജയിക്കുമെന്ന് കണ്ടപ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ മോഹൻലാലിന്റെ ജൈത്രയാത്രയാണ് അതിനുശേഷം. അതുപോലെ തന്നെയായിരുന്നു യേശുദാസ് സാറ് സാറിന്റെ പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ഈ മാമാട്ടിക്കുട്ടി അമ്മയിലെ ഒരു പാട്ടില്ലേ, കണ്ണോട് കണ്ണോരം. ആ പാട്ട് കേൾക്കുമ്പോ എന്തൊരു ഫീലാണ്. കാരണം ആ അച്ഛന്റെയും അമ്മയുടെയും പ്രധാനമായിട്ട് ഭരത് ഗോപി സാറിന്റെ ഉള്ളിലുള്ള ആ വിഷമം ആ പാട്ടിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പാട്ട് കമ്പോസ് ചെയ്തപ്പോ കാരണം എന്തായിരുന്നു ഫാസിൽ സാറ് പറഞ്ഞത്? ഒരു ബ്രീഫ് എന്തായിരുന്നു? ഇങ്ങനെ ഒരു അച്ഛൻ ഒരു കപ്പിളിന് അവരുടെ മകള് നഷ്ടമായി, അത് മാറ്റാനായിട്ട് വേറൊരു കുട്ടിയെ അവർ സ്വീകരിച്ചു. അപ്പോൾ ആ കുട്ടിയെ കളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനും ആദ്യത്തെ മകളുടെ ഓർമ്മ വരും. അതിനൊരു കുറച്ച് സാഡ്നെസ്സും വേണം, അതേസമയം വാത്സല്യവും വേണം. അങ്ങനത്തെ ഒരു പാട്ട് വേണമെന്നാണ് ഞാനിങ്ങനെ കമ്പോസ് ചെയ്ത്. കണ്ണോട് കണ്ണോരം നീ കാണിമയതല്ലേ, കാതോട് കാതോരം തേനൊലിയൊലിയല്ലേ, അകലയേതോ പൂവനിയിൽ വിരിഞ്ഞുവെന്നാലും കണ്ണോട് കണ്ണോ. അങ്ങനെ ട്യൂൺ വന്നു. ബിച്ചു അതിന് കറക്റ്റ് വാക്കുകൾ. സാർ ഇപ്പൊ യേശുദാസ് സാർ അത് പാടിയപ്പോൾ ഇമോഷൻസ് ഉണ്ടല്ലോ, അത് കറക്റ്റ് സാധനമാണ്, സംഗതിയാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് യേശുദാസ് സാറ് അദ്ദേഹം സ്വാഭാവികമായി അത് ഇട്ടതാണോ അതോ സാർ ഞാൻ പാട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പാടണമെന്ന് പറയുന്നു. അദ്ദേഹം അത് 100% പാലിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഭാവം കൂടി അതിൽ ഉൾപ്പെടുത്തും. പക്ഷെ ഞാൻ പറയുന്ന ട്യൂണിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അങ്ങനെ സാറിന് അങ്ങനെ ഒരു കാർക്കശ്യം ഉണ്ടല്ലേ, ട്യൂൺ കൃത്യമായിട്ട്, അല്ലെങ്കിൽ എന്റെ പാട്ടല്ലേ. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഒപ്പീനിയൻ സാർ അങ്ങനെ എടുക്കാറുണ്ടോ? ഒരു ക്രിയേറ്റീവ് ഒപ്പീനിയൻ ഈണത്തെ കുറിച്ച് അങ്ങനെ ക്രിയേറ്റീവ് ഒപ്പീനിയൻ അങ്ങനെ എടുക്കാറുണ്ടോ? ഇപ്പൊ ഗായകരിൽ നിന്നൊക്കെയോ അങ്ങനെ ചിലപ്പോ ചില നല്ല കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അതായിക്കോട്ടെ. അങ്ങനെ എടുത്ത ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? യേശുദാസിന്റെ പല പാട്ടുകൾ, ദേവദുന്ദുബി എന്നുള്ള പാട്ട് പാടിയപ്പോൾ അതിന് ആ രാഗത്തിൻ്റെതായ ചില വളവും തിരിവും ചില സസ്റ്റൈനിങ് ഒക്കെ അദ്ദേഹം വളരെ, അത് ഞാൻ ഉദ്ദേശിച്ചത് മനോഹരമായിട്ട് വന്നു അദ്ദേഹത്തിന്. അത് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ദേവദുന്ദുബിക്ക് ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു, അത് നിങ്ങൾ കർണാട്ടിക് എന്ന് പറയാം, ഞാൻ ഇത് കർണാടികമേ അല്ല, ഇറ്റ് ഈസ് ഹിന്ദുസ്ഥാനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം. ഇത് ഭീം പലാസി എന്ന് പറയുന്ന ഒരു രാഗമാണ് അവിടെ. ഇവിടെ മലയാളത്തിൽ ആഭേരി. ഈ ആഭേരിയുടെ പോക്ക് ഇത് ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ, കുറച്ചും കൂടി ഷാർപ്പായിരിക്കും എല്ലാം. ഇതെല്ലാം ഒഴുകി ഒഴുകി പോവുകയാണ്.
സർ ഈ ദേവദുന്ദുഭിയും അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജുവില് പൂക്കൾ പനിതീർ പൂക്കൾ എന്നുള്ള പാട്ട് ഇതെല്ലാം ഒരു ബേസ് വോയിസിലാണ് പാടിയിരിക്കുന്നത്. സാറിന് അതിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും? അല്ല, അങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ അങ്ങനെ അന്ന് വന്നതിനുള്ള പ്രത്യേക താല്പര്യം. ഇപ്പൊ യേശുദാസിന് നല്ല ബേസ് വോയിസ് ഉണ്ട്, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഏன்னா മുകളിലും യേശുദാസ് നന്നായിട്ട് പാടുമെങ്കിലും ബേസിൽ വരുമ്പോൾ അതിനൊരു ഭയങ്കര വെയിറ്റും ഇമോഷണൽ വാല്യൂവും കൂടും. അപ്പോൾ ഇത് ഇവിടെ പാടിയിരുന്നെങ്കിലോ പൂക്കൾ പനിനീർ പൂക്കൾ ആ രസം കിട്ടില്ല. ഇത് പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഒന്നുമില്ല. ഇവിടെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ട്യൂണിന് എന്തോ സംഭവിച്ചു. സാർ ഇപ്പോ ആക്ഷൻ ഹീറോ ബിജുവിലെ എബ്രിഷൈൻ ഈ പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സാറ് പുറത്താക്കി കഥവ് കുറ്റിയിട്ടെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അത് ശരിയാ. അത് എൻ്റെ അടുത്ത് ബ്രിഡ്ഷൈൻ വന്നു. ഞാൻ അവിടെ കണ്ണച്ചൻ തോട് റോഡ് എന്ന് പറയുന്ന റോഡിലൊരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുമ്പോഴാണ്. അപ്പോൾ ബ്രിഡ്ഷൈൻ എന്നോട് ഞാനൊരു സിനിമ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഞാനൊരു സിനിമയുടെ സാർ ഒരു പാട്ട് എനിക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ സിനിമയ്ക്ക് പാട്ടുണ്ടാക്കിയിട്ട് 20 കൊല്ലത്തെ ഗ്യാപ്പ് വന്നു. 1995 മുതൽ ഇന്ന് വരെ ഞാൻ ആരും എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് സാരമില്ല സാർ. ഞാൻ പറഞ്ഞില്ല, സാരമുണ്ട്, എനിക്കിപ്പോഴത്തെ സ്റ്റൈലുമായിട്ട് ഇണങ്ങി പോകാൻ പറ്റില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എബ്രിഡ്ഷാനെ ഞാൻ മുറിക്ക് പുറത്താക്കി. പക്ഷെ എബ്രിഡ്ഷാനൊക്കെ വളരെ സെൻസിബിൾ മനുഷ്യരായതുകൊണ്ട് പിറ്റേ ദിവസം ആശം വന്നു. പെർസിവറൻസ് അതാണ്. അപ്പോൾ ഹി കെയിം ആൻഡ് സെഡ്, സർ സാറ് പറയുന്ന പോലെ ഈ ഇലക്ട്രോണിക് മ്യൂസിക് ഒന്നും ഞങ്ങൾക്ക് എന്നാൽ ചെവിയെല്ലാം പോയിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് കയ്യും കാലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്കൊരു പാട്ട് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ പോകുന്ന ലക്ഷണമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനത്തെ പാട്ടാണ്? ഒരു മൂളിപ്പാട്ട്. മൂളിപ്പാട്ട് ഇത് മതിയോ എന്ന് ഞാൻ ചോദിച്ചു. ആ ഇത് മതി. അതാണ് പൂക്കൾ പണിത്. സാർ ഈ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നുള്ള പാട്ടൊക്കെ മാമാട്ടിക്കുട്ടിയമ്മേ എന്നിങ്ങനെ മാമുണ്ണാൻ ഓടിവായോ എന്നുള്ള വരിയുണ്ടല്ലോ. പിച്ചു തിരുമല സാറ് തന്നെയല്ലേ അദ്ദേഹം തന്നെയല്ലേ അത് എഴുതിയത്? അപ്പോ ആ വരികളൊക്കെ അത് സിനിമയോട് ചേർന്ന പേരുമായി വേണം എന്നുള്ളത് പർപ്പസ്ഫുള്ളി അദ്ദേഹം ഇട്ടതാണോ, അതോ അത് ഒഴുക്കില് ബിച്ചുവിന്റെ ആരും പറഞ്ഞു കൊടുത്തില്ല ഇങ്ങനെ മാമാട്ടിക്കുട്ടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞില്ല. പക്ഷെ ബിച്ചു ജസ്റ്റ് ഡിഡ് ഇറ്റ്. ആൻഡ് ഈ ഫാസിലൊക്കെ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു മാമാട്ടിക്കുട്ടി എന്നുള്ളൊരു തല്ലിപ്പൊളി പേര് പാട്ടിൽ മനോഹരമായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് സാധാരണമല്ലല്ലോ. അപ്പോൾ അവർ കറക്റ്റായിട്ട് വന്നു. മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് മാമുണ്ണാൻ ഒഴിവായോ എനിക്കുമ്പോൾ ചിറകുകളിൽ പാറിവായോ. സാർ ഇപ്പോ യേശുദാസ് സാറും സാറുമായിട്ടുള്ള ഒരു പിണക്കത്തിന് ശേഷമാണല്ലോ ഈ മാമാട്ടിക്കുട്ടിയമ്മ സിനിമയിലേക്ക് വന്നത്. ഇപ്പം സാറ് യേശുദാസ് സാറുമായിട്ട് എന്തെങ്കിലും ഞങ്ങളെ പിണക്കത്തെ പറ്റി പറയുന്നതല്ല. ബിക്കോസ് there is a lot of misunderstanding about it. Actually what happened, ആരോ യേശുദാസിനോട് പറഞ്ഞു, ജെറി പറഞ്ഞു യേശുദാസിന് പെണ്ണുങ്ങളുടെ സ്വരമാണ്. അതെ, ആര് പറഞ്ഞു? യേശുദാസിന് പെണ്ണുങ്ങളുടെ സ്വരമാണെന്ന് ബോധമുള്ള വല്ലവരും പറയും ഇല്ല. പക്ഷെ അത് യേശുദാസ് എങ്ങനെയോ ഒരു എന്താ പറയുന്ന ഒരു ആർട്ടിക്കിൾ അല്ലേ ഹിന്ദുവിൽ ആർട്ടിക്കിൾ വല്ലതും ഇങ്ങനെ ഞാൻ പറഞ്ഞു. അത് ടെക്നിക്കലി ഇതാണ്, റൊമാൻറ്റിക് സോങ് പാടുമ്പോൾ ആണുങ്ങളുടെ വോയിസിൽ അല്പം സ്ത്രൈണത്വം വരില്ലേ എന്നാണ് ചോദ്യം. വിൽ ദർ ബി നോട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എഫെമിനസി ഇൻ ദ റൊമാൻറ്റിക് സിംഗിങ്? സോ റൊമാൻറ്റിക് സിംഗിങ്ങിൽ പാടുമ്പോൾ വോയിസിനും അല്പം എഫെമിനസി വരില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, ബൈ ദ വെരി ഡെഫിനിഷൻ ഓഫ് റൊമാൻസ് ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സോഫ്റ്റ്നെസ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ എഫെമിനസി. എന്നുവെച്ചാൽ അല്പം സ്ത്രൈണത്വം അതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ ഞാൻ റൊമാൻസ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആരും നിറഞ്ഞേക്കില്ലല്ല, ഇങ്ങനെയല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ പണ്ടത്തെ സിനിമകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് രാജാവും രാജ്ഞിയൊക്കെ പാടിയിരുന്നത്. ഇപ്പൊ രാജാവില്ല രാജ്ഞിയില്ല, ഇപ്പൊ പയ്യന്മാരെ പാടുന്നത്. അവരൊന്നും പാടി ശരിയായില്ല. അപ്പോൾ ദേ ഹാവ് ടു സിങ് സംതിങ് സോഫ്റ്റ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു
കാര്യമാണത്. അതങ്ങനെ പറഞ്ഞു. ഞാൻ ജെറി പറഞ്ഞു യേശുദാസിൻ്റെ സ്ത്രീ പെണ്ണുങ്ങളുടെ സ്വരമാണെന്ന് പറഞ്ഞു എന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ യേശുദാസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞാൻ ജെറിക്ക് വേണ്ടി പാടില്ല എന്നായി. ആ സമയത്താണ് ഈ പറയുന്ന നവോദയപ്പറ്റി മാമാട്ടി കുട്ടിയമ്മയുടെ സിനിമ എടുക്കുന്നത്. അപ്പോൾ നവോദയപ്പറ്റി യേശുദാസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സിനിമ എടുക്കുകയാണ്, യേശുദാസ് പാടും, മ്യൂസിക് ജെറി ആയിരിക്കുന്നു. അപ്പോൾ യേശുദാസ് പറഞ്ഞു അയ്യോ ജെറിക്ക് വേണ്ടി ഞാൻ ഇനി പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കണം, ഞാൻ പള്ളിയിൽ പോയിട്ട് കർത്താവിനോട് പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ രണ്ടാമത്തെ ദിവസം വിളിച്ചിട്ട് അടുത്ത ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞു പടം എടുക്കാൻ പോവുകയാണ്, ജെറി തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ, യേശുദാസ് പാടും. അപ്പോൾ യേശുദാസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ജെറിയോട് പറ ഒരു ലെറ്റർ ഓഫ് ഒരു എന്താ പറയുക ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എഴുതി എന്ത് വേണമെങ്കിലും ഒരു ബ്ലാങ്ക് ഷീറ്റിൽ ഒപ്പിട്ടിട്ട് കൊടുത്ത് ഞാൻ നവോദയപ്പത്തിന് കൊടുത്തു. അതേമാതിരി എന്താ എഴുതി കൊടുത്തു, യേശുദാസിന് കൊടുത്തു. എന്നാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, എൻ്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യണമെന്ന്. തരങ്കണി സ്റ്റുഡിയോയിൽ അവിടെ വേണമെന്ന് പറഞ്ഞു. നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ചിത്ര ആര് പാടുന്നുള്ള ചോദ്യം വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എം ജി രാധാകൃഷ്ണൻ റെക്കോർഡിന് പോയപ്പോൾ ചിത്രയും അരുന്ധതി എന്ന് പറയുന്ന ഒരു ഗേളും കൂടി നന്നായിട്ട് പാടി. അതിൽ അരുന്ധതി ഇസ് വെരി പവർഫുൾ വോയിസ്, പക്ഷേ നീഡിൽ എപ്പോഴും ചുമപ്പിലേക്ക് പോകും. അപ്പോൾ റെക്കോർഡിങ്ങിന് അത്ര സുഖമല്ല, വളരെ കെയർഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ചിത്ര പാടുമ്പോൾ എപ്പോഴും നീഡിൽ പോയി ഐഡിയൽ പൊസിഷനിൽ പോയി നിൽക്കും. അപ്പോൾ മേ ബി ചിത്ര ഈസ് ബെസ്റ്റ് ഫോർ us ഞാൻ പറഞ്ഞു. അങ്ങനെ ചിത്രയെ വിളിച്ചു, ചിത്രയെ പാട്ട് പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഇതാണ്, മാമാട്ടി കുട്ടിയമ്മേ മാമണനോടിവായോ തേൻകുമിളച്ചിറകുകളിൽ പാതിവായോ, മാമാട്ടി കുട്ടിയമ്മേ മാമണനോടിവായോ. ഇവിടം വരെ ഒറ്റ ശ്വാസത്തിൽ പാടും. അത് ഇവൾക്ക് പറ്റുമോ ചെയ്യാനായിട്ട് ഞാൻ അവൾക്ക് അന്ന് ചിത്രയ്ക്ക് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഷീ സാങ് മേക്ക് ഹെർ സിംഗ് എന്ന് പറഞ്ഞ് ഓക്കെ. ഇപ്പം ദാസാറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഞങ്ങൾ അന്നത്തെ അതോടെ തീർന്നു പിന്നെ ആളുകൾ അതൊന്ന് പറഞ്ഞു. അതെ അതെ സാർ. ഇപ്പൊ അന്ന് നമ്മള് പ്രധാനമായി കേട്ടിരുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇതുപോലെ ദാസേട്ടൻ, ജാനകി അമ്മ, ചിത്രാമ്മ, ഈ 3 പേരുടെ ശബ്ദവും നമ്മൾ പ്രധാനമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ എം ജി ശ്രീകുമാർ സാർ. പക്ഷേ ഒരുപാട് പേര് പിന്നണി ഗാന രംഗത്തേക്ക് അവസരങ്ങൾ ചോദിച്ച് സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നോ? സാറിന് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? പ്രൊഡ്യൂസർ പറയും പാടിയാൽ മതി, നമ്മളൊന്നും പറയാൻ പറ്റില്ല. യേശുദാസ് വേണ്ട നമുക്ക് മറ്റേ ആൾക്ക് പാടിക്കണമെന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാരായിരുന്നു, നല്ല പാട്ടുകാരാണ്. അവർ യേശുദാസിന്റെ കടപിടിക്കുന്നത് യേശുദാസ് ടൈപ്പ് വോയിസ് ആയിരിക്കില്ലല്ലോ. നമുക്ക് യേശുദാസിന്റെ വോയിസുമായിട്ട് മലയാളികൾക്ക് ഒരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റാണ്. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. വേറെ ആര് വന്ന് പാടിയാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെ ആയിപ്പോയി. ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പ്രശ്നം അല്ല, ഇപ്പോഴത്തെയാണ് ഒരുപാട് പിന്നണി ഗായകർ വരുന്നു, പല ടൈപ്പിലുള്ള വോയിസുകൾ വരുന്നു, പല തരത്തിലുള്ള സംഗീതം വരുന്നു. അതിനൊക്കെ പറയാം, പാട്ടുകാർ മാറി വരുന്ന ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് വർക്കിംഗ് ലൈക്ക് ദാറ്റ്. സാറിന്റെ ഇപ്പൊ സാറ് ചെയ്ത പാട്ടുകൾ, കമ്പോസ് ചെയ്ത പാട്ടുകൾ ഇന്നിപ്പോ അത് വീണ്ടും കമ്പോസ് ചെയ്യാനായിട്ടൊരു സാഹചര്യം വരികയാണെങ്കിൽ സാർ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, ഏത് പാട്ടായിരിക്കും സാർ ചൂസ് ചെയ്യുക ഇന്നിന്റെ സാഹചര്യത്തിൽ അത് കമ്പോസ് ചെയ്യാൻ? ഇന്നിന്റെ സാഹചര്യത്തിൽ ഞാൻ പുതിയ പാട്ടേ ഉണ്ടാക്കുള്ളൂ. പുതിയ പഴയ പാട്ടുകൾ എടുത്ത് ഇന്നിന്റെ സാഹചര്യത്തിൽ കൊടുക്കാൻ ഉണ്ടാക്കില്ല. ഓക്കെ, ഇന്നിന്റെ സാഹചര്യം ഇപ്പൊ ഒരു പുതിയ പാട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ സാറിനോട് ചോദിച്ചിരുന്നല്ലോ ഓഫ് ക്യാമറയിൽ, അതിനൊരു മ്യൂസിക് ടെക്സ്ചർ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. ആ മാറ്റങ്ങൾ സാറ് ഉൾക്കൊള്ളും. പക്ഷേ വിവരമില്ലാത്ത മാറ്റമല്ല, വിവരത്തോടു കൂടികൾ മാറ്റം ഉൾക്കൊള്ളും. അതായത് എന്ത് മാറ്റമായിരിക്കും അത്? ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കും സാർ കൊണ്ടുവരിക? ഞാൻ കൊണ്ടുവരിക പ്രേമഗാനം തന്നെ, അല്ലെങ്കിൽ അമ്മയും കൊച്ചുമായിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരു ഭക്തി ഗാനം, അല്ലെങ്കിൽ ശോകഗാനം, എന്തുമാകാം. പക്ഷേ അറിവോടുകൂടി ചെയ്യുന്നതും അറിവില്ലാതെ ചെയ്യുന്നതും ഒരു 4-5 പേര് കൂടി ചേരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളൊരു ട്യൂൺ ഉണ്ടാക്കും, കീബോർഡുകാരനെ ആൾക്ക് ഇഷ്ടമുള്ള ആൾ വായിക്കും, ഗിറ്റാറുകാരനെ എങ്ങനെയെങ്കിലും ഒരു കോഡൊക്കെ ഇട്ട് കൊടുക്കും, മറ്റേ ഫ്ലൂട്ടുകാരനെ ആൾക്ക് ഇഷ്ടമുള്ള വായിക്കും. അപ്പോൾ ഇതുമായിട്ട് ഈ മെയിൻ ട്യൂണുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പാട്ടൊഴിച്ചാൽ കേൾക്കുന്നത്. അതുകൊണ്ടത് വരിക. ഒരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന സാധനമില്ല. അപ്പം ഞങ്ങളുടെ പാട്ടുകളിൽ ഇപ്പോൾ 1000 കണ്ണ് വായിക്കാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് ഞങ്ങൾ ശഠിച്ചു. അങ്ങനെ ആ
ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പല്ലവിയിലേക്ക് വന്നത്. അതായത് ഇഷ്ടമുള്ളത് ഡൂ 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 എന്ന് പറഞ്ഞിട്ട് 1000 ഗണമായ പാടെ ഏൽക്കില്ല. അതുപോലെ പല്ലവി പാടിക്കഴിഞ്ഞ് ചരണത്തിലേക്ക് പോകുന്നതിന് ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് അവിടെ പോയി മുട്ടുന്നത് പോലെ ഉണ്ടാക്കണം. അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. സോ ദിസ് ഇസ് വാട്ട് ഐ മീൻ ബൈ നോളജബിളി ഡൂയിങ് എനിത്തിങ്. അറിവോടുകൂടി ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം അറിവോടുകൂടി ചെയ്യുന്നവർ വളരെ വിരളമാണ്. പലരെയും വിളിച്ച് നീ അത് വായിച്ചോ, നീ ഇത് വായിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സാർ ഇപ്പോഴത്തെ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ടല്ലോ, ജെയ്ക്സ് ബിജോയ്, സുഷിൻ ശ്യാം, വിഷ്ണു വിജയ്, ഗോവിന്ദ് വസന്ത, അവരുടെയൊക്കെ പാട്ടുകൾ സാറ് കേൾക്കാറുണ്ട്? ഇല്ല ഇല്ല, ഞാനിതൊന്നും കേൾക്കുന്നില്ല. ഐ എം എൻ ഓൾഡ് മാൻ. എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ സംഗീതത്തിന് അങ്ങനെ സംഗീതം വെച്ചാൽ സിനിമ പാട്ട് മാത്രമേ ഉള്ളൂ. എന്തെല്ലാം ടൈപ്പ് സംഗീതം കിടക്കുന്നത് നമ്മുടെ ചുറ്റുപാടും സംഗീതമല്ലേ. ഈ സിനിമയിൽ കൂടി വന്നാലേ സംഗീതമാവുള്ളൂ, അങ്ങനെയില്ല. അതൊരു വലിയ തെറ്റിദ്ധാരണ. എന്റെ പാട്ടുകൾ തന്നെ സിനിമാ പാട്ടുകളായതുകൊണ്ട് അതിനൊരു പ്രത്യേകതയൊന്നുമില്ല. എത്രയോ വേറെ സിനിമയിൽ അല്ലാത്ത പാട്ടുകൾ, ഞാൻ ഉദാഹരണത്തിന് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇനി നീല വിശാലതയിൽ ചിറകാർന്നു പറന്നുയരാ, ഇനി ദൂരെ അനന്തതയിൽ സ്വരവീതികളായുയരാ, ഋതുശാരിക പ്രിയ ഗായിക, ഋതുശാരിക ഗായിക കൂട്ടിനു വരുമിനി നീല വിശാലതയിൽ ചിറകാർന്നു പറന്നുയരാ. സിനിമയല്ല, അത് ജയകുമാർ സാറിന്റെ അതിമനോഹരമായ ലിറിക്സ് എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ പാട്ട്. സാർ ഇപ്പോ സാറിന്റെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ജെറി അമൽദേവ് ഫൗണ്ടേഷൻ, അദ്ദേഹം ആ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് സാറ് നടത്തുന്ന കോറസ് ഗ്രൂപ്പിന്റെ പാട്ടല്ലേ, അതിനകത്ത് സാറ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് അക്കത്തിക്കത്താൻ അതിന് സാറ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമുണ്ട്. സാറിന്റെ ഒരു ഫേസ് എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും, സാർ അത്രയും ഇൻവോൾവ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. നാച്ചുറലി അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവരൊക്കെ ഞാനത് അക്കുത്തിക്കുത്താനവനമ്പത്ത് എന്ന് പാടിയപ്പോൾ 30 പേര് പാടിയപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ട് അക്കുത്തിക്കുത്താനവനമ്പത്ത് ഇങ്ങനെ പാടി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അങ്ങനത്തെ പാട്ടല്ല, കൊച്ചുങ്ങളെ കളിപ്പിക്കുന്ന പാട്ടാണ്. ആ കൊച്ചുങ്ങളെ കളിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പാടിയതാണ്. മുതിർന്നവരങ്ങനെ തന്നെ, മുതിർന്നവരപ്പൊ കുട്ടികളായി. ആ കുട്ടികളെ അങ്ങനെ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ അഭിനയിച്ച് കാണിക്കുക. അത് ഒരാളെടുത്ത് ഫോട്ടോ എടുത്തിട്ട്. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടോണ്ടിരിക്കാൻ. റീൽസ് ആയിട്ടൊക്കെ അത് പോകുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും ഈ സിനിമയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സംഗീതമാണ്, സിനിമയിലെ സംഗീതമാണ്. ആ സംഗീതം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബിലും. ഇപ്പൊ സാറിന്റെ തന്നെ കോറസ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഈ റീൽസ് വഴിയൊക്കെയാണ് ശ്രദ്ധിച്ചത്. അപ്പം അത്തരത്തില് സംഗീതത്തിന് വലിയൊരു പ്രചാരം കിട്ടുന്നതിനോട് സാറിന്റെ ഒപ്പീനിയൻ എന്താണ്? നല്ല കാര്യമാണ്. കാരണം പല ഗായകരും സിനിമയിൽ പാടുന്നത് ഈ റീൽസ് വഴിയാണ്. എഴുന്നേറ്റ് വരാം, പലർക്കും പല ചാൻസ് ഉണ്ട്. ദ മോർ ദ മെറിയർ എന്ന് പറയില്ല ഇംഗ്ലീഷിലെ. കൂടുതൽ ആളുകൾ ഇതിൽ വന്ന് ഇൻവോൾവ് ആകുന്നതാണ് നല്ലത്. അല്ലാതെ ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സാർ എനിക്ക് തോന്നുന്നു സാറ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഗായകർ വരുമായിരുന്നു. പക്ഷെ ആ കാലഘട്ടം ഒന്ന് വേറെ. സാർ ഇപ്പോ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഫാസിൽ സാറ്, പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ സാർ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സാറിന് ഏറ്റവും മ്യൂസിക്കൽ സെൻസ് തോന്നിയ ഒരു സംവിധായകൻ ആരാണ്? ഫാസിൽ. അതെന്തുകൊണ്ടാണ് സാറിന്റെ ഒരു കാരണം? ബിക്കോസ് ഫാസിൽ എപ്പോഴും മ്യൂസിക്കും കഥയും കൂടി എപ്പോഴും ഇങ്ങനെ കൂട്ടി ഇണക്കി കൊണ്ടുപോകുള്ളൂ. അല്ലാതെ കഥ ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടിടുക എന്നില്ല. കഥയുടെ മർമ്മഭാഗങ്ങളിൽ ഒരു പാട്ട് വരുന്നത് ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനായി മാറും. അല്ലെങ്കിൽ ആ കഥയുടെ ഇമോഷനെ ഭയങ്കരമായിട്ട് വികസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഒരു പാട്ട് വെക്കും. മനസ്സിലായി? അപ്പോൾ ഫാസിൽ ഇസ് ഫോർ മീ ദി മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി film director who makes use of music as a tool to tell the story. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അത് സാർ ഇപ്പൊ ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ ഇപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തന്നെ സാറിന് അത് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് മഞ്ഞളിക്കൊമ്പിൽ ഇത് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് അറിയാം ഇത് മറ്റേ സിനിമയിലാണ്. അതെ അതെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണെന്ന്. അത് ഫാസിലിന്റെ കഴിവാണ്. ഓക്കെ. ഇപ്പം ഗാനരചയിതാക്കള് ONV സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബിച്ചു തിരുമല സാറ്, MD രാജേന്ദ്രൻ, ഇപ്പോഴത്തെ സന്തോഷ് വർമ്മ,
അപ്പോൾ ഇവരുടെ കൂടെ ഇപ്പൊ മുല്ലനേഴി മാഷ്, അപ്പം ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ ഒരു കെമിസ്ട്രി, ഏറ്റവും കൂടുതൽ ഒരു സുഖം തോന്നുന്നു പറയല്ലോ? ബിജു തിരുമല. അതിന്റെ കാര്യം എന്താ? എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പാട്ടുകാരനാണ്. ഞാൻ പറയുന്ന ട്യൂൺ പാടിക്കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ചില ലിറിസിസ്റ്റുകൾക്ക് പാട്ട് പാടാൻ പറ്റില്ല, എന്നാലും അവർ ഈ വൃത്തം മനസ്സിലാക്കിയിട്ട് എഴുതും. പക്ഷേ ഉദാഹരണത്തിന് നമ്മുടെ MD രാജേന്ദ്രനല്ലേ, ഹീസ് എ വണ്ടർഫുൾ റൈറ്റർ. വാചാലം നിൻ മൗനം എൻ മൗനം എഴുതി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കിങ്ങനെ വേണം, ടാറ്റ ടാറ്റ അം തന്ന അം നന്ന അം, ഇങ്ങനെ 3 അം വേണം. ഓഹോ ശരി. വാചാലം എൻ മൗനവും എൻ മൗനവും, ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെയൊക്കെ എഴുതി തരാം വിത്തൗട്ട് എനി പ്രോബ്ലം. But these are wonderful, capable poets ആണ് ഇവരൊക്കെ. വാചാലം പാട്ടിലൊരു ഇതില്ലേ, അത് ഏത് ഓർക്കസ്ട്ര ആയിരുന്നത്? അത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വാചാലും എൻ മൗനവും എൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും അവിടെ തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും എല്ലാം അമേസിംഗ് ചാപ്പ്. ലാലേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയഗാനങ്ങളിൽ ഒന്നാണ് ഈ വാചാലം നിൻ മൗനവും എൻ മൗനവും എന്ന്. അതിന്റെ ലാലേട്ടനും രാധിക മാമും അവരുടെ ഒരാളാണല്ലോ അഭിനയിച്ചത്. ശരിക്കും നമുക്ക് അവരുടെ അഭിനയം കാണുമ്പോഴും ഈ സോങ് കേൾക്കുമ്പോഴും നമുക്കും ആ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും സാറ് സത്യമാണോ പറഞ്ഞ പാട്ട് ചെയ്യുമ്പോ പ്രണയമൊന്നും തോന്നില്ല? നമുക്ക് വേണ്ട, അത് നല്ല ചോദ്യമാണ്. ഞാൻ പറയട്ടെ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 2 കാര്യം ചെയ്താൽ ഒരു കാര്യം വിട്ടുപോകും. അല്ല, പക്ഷെ പ്രണയം എന്ന് പറയുന്ന ഒരു ഇമോഷൻ അല്ലേ, അതൊരു ഫീൽ അല്ലേ? അത് ഫീൽ ഇങ്ങനെ ഭാഗ്യത്തിന് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരുമ്പോൾ ഓക്കെ, അപ്പം ഇങ്ങനെ ഇതൊന്നും കോൺഷ്യസ് ആയിട്ട് വരുന്നതല്ല, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുകയാണ്. അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പ്രണയം തോന്നും, അങ്ങനെ ചെയ്താൽ പ്രണയം തോന്നുന്നില്ല, അങ്ങനെയൊന്നുമില്ല എന്നെ സംബന്ധിച്ചില്ല. സാറ് പെണ്ണ് കാണാനായിട്ട് പോയപ്പോഴേ ജോളി മാമിനെ പെണ്ണ് കാണാൻ പോയി. അപ്പം സാറിന്റെ ഫാദറിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചില്ലായിരുന്നു, അതെന്താണെന്നൊന്ന് പറയാം? അതെ, എന്നോട് ചോദിച്ചു. ഞാൻ പെണ്ണന്വേഷിച്ച് എറണാകുളത്ത് നിന്ന് പോയി പാലാ വരെ പോയി. പാലായും കഴിഞ്ഞ് ഈരാറ്റുപേട്ടയും കഴിഞ്ഞ് പൂഞ്ഞാർന്ന് വന്ന സ്ഥലത്ത് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ വീട്ടിലാണ് ഞാൻ പെണ്ണിനെ കണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ പെണ്ണിൻ്റെ അപ്പൻ ചോദിച്ചു, എത്ര ഏക്കർ റബ്ബർ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പോക്കറ്റിൽ കൈയിട്ടു. ഞാനിപ്പോഴും ഒരു പീസ് ഓഫ് റബ്ബർ പാട്ട് വരുമ്പോൾ വായിക്കാനായിട്ട് ഇതേ ഉള്ളൂ, ഇത്രയും റബ്ബറേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. എന്നാലും പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. ദേ ക്യാൻ ഓൺലി ഇവാലുവേറ്റ് തിങ്സ് ഇൻ ടേംസ് ഓഫ് റബ്ബറും. പിന്നെ അവർ ടീ ഫാക്ടറി ഒക്കെ ഉള്ള തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ടീ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാട്ടൊക്കെ ഉണ്ടാക്കുന്ന അതൊന്നും അവർക്ക് മനസ്സിലായില്ല. ഏതായാലും ഞാൻ എൻ്റെ ഫ്യൂച്ചർ വൈഫിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷി വാസ് നോട്ട് എ വെരി യങ് തിങ്, 10-16 വയസ്സുള്ള. ഷി വാസ് 28 years old. അപ്പോൾ ഞാൻ 40 വയസ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നമ്മൾ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോകുന്നുള്ള പ്ലാനിലാണ് പോയത്. അപ്പം ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ ചെന്നാൽ നമ്മുടെ ജീവിതം സ്വർഗതുല്യമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, വൈഫ് ആകാൻ പോകുന്ന ജോളി എന്ന് അവർ കേട്ടു, ജീവിതം എവിടെയാണെങ്കിലും ഡിഫിക്കൽട്ടായിരിക്കും എന്ന് എനിക്കറിയാം. ജീവിതം എവിടെയാണെങ്കിലും ഡിഫിക്കൽട്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ യങ് വുമൺ, ബട്ട് ഷീ ഈസ് എ മെച്യൂർ വുമൺ. സോ ഐ ഡിസൈഡഡ് ഷീ ഈസ് ദ വൺ. ആ ഒരു ബോധം നമ്മളെല്ലാ പെൺകുട്ടികൾക്കും വേണ്ടതാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകും. അതെ അതെ, സിനിമ ശൈലിയിൽ ജീവിതം പോകുന്നു വിചാരിക്കുന്നത് മണ്ടത്തരം. സാർ ഇപ്പോ പറഞ്ഞല്ലോ, ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു സംഗീതം സാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എങ്കിലും അതിന്റെ ഒരു പോസിറ്റിവിറ്റിയും അതിന്റെ എന്തെങ്കിലും ഒരു ഗുണം സാറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? നല്ല ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സാണ് ഇപ്പൊക്കെ ചെയ്യുന്നത്. നല്ല കഴിവുള്ളവരാണ്. അവർക്ക് യാതൊരു കുറവില്ല, ഒരൊറ്റ കുറവേ ഉള്ളൂ, ഗൈഡൻസ് ഇല്ല. എന്നെപ്പോലെ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരാളുടെ
ഗൈഡൻസ് കൂടിയുണ്ടെങ്കിൽ ഇവരുടെ പാട്ടുകളൊക്കെ ഇതിലും അതിമനോഹരമാവും. ഇപ്പോൾ അവർ സ്വതസിദ്ധമായ ലെവലിൽ ചെയ്യുന്നു, നല്ലതാണ്. പക്ഷെ അവിടെ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഞാൻ കാണുന്നു, ലാക്ക് ഓഫ് എന്താ പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഞാൻ കാണുന്നു. പാട്ടെന്നൊക്കെ പറയുന്നത് വെറുതെ വായിൽ വരുന്ന കൊതക്ക പാട്ട് പോലും ഉണ്ടാക്കിയാൽ നല്ല പാട്ട് വരില്ല. അത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ 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 ചെയ്താൽ നല്ലത് വരും. അപ്പോൾ ഇത് ലാക്ക് ഓഫ് ഡിറക്ഷൻ, ലാക്ക് ഓഫ് ഗൈഡൻസ് ഞാൻ കാണും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് കുറച്ചും കൂടി മുതിർന്ന ആളുകളുടെ അഡ്വൈസ് കൂടി കേട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഒരു പരാതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയിലൊക്കെ നിൽക്കുന്നവരെ കുറിച്ച്, അവര് മയക്കുമരുന്നിന് അടിമയാവുന്നു, മറ്റു ലഹരിക്ക് അടിമയാവുന്നു. കാരണം ഇത് കഴിച്ചാൽ മാത്രമേ ഒരു ആർട്ട് പുറത്തു വരത്തുള്ളൂ, സർഗാത്മക വരത്തുള്ളൂ. കംപ്ലീറ്റ്ലി റോങ്. കള്ള് കുടിച്ചിട്ട് നമുക്ക് പാട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. യു വിൽ ഗോ ഇൻ ടു സം അതർ ഫീൽഡ്. പിന്നെ ശരിക്ക് ഓർമ്മയിരിക്കില്ല. ഇത് വെറുതെ ഒരു എക്സ്ക്യൂസ് ആണെന്ന് ഞാൻ പറയും. സാറിന് അങ്ങനെയുള്ള അനുഭവം ഇല്ല, എനിക്ക് അല്ല, സാറിനല്ല, സാറിന് അങ്ങനെ പരിചയമുണ്ട്, അങ്ങനെ ലൈഫ് ഇല്ലാണ്ടായി പോയ കലാകാരന്മാർ? നമ്മുടെ ജോൺസൺ മാസ്റ്റർ വാസ് എ വെരി ഫൈൻ മ്യൂസിഷ്യൻ, പക്ഷേ ഹി വാസ് അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. ലെറ്റ്സ് ടേക്ക് എം ജി രാധാകൃഷ്ണൻ, വണ്ടർഫുൾ മ്യൂസിക് ഡയറക്ടർ. എന്ത് നിലത്ത് കിടക്കുന്ന ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഉടനെ അത് പാട്ടാക്കുന്ന ആളായിരുന്നു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നിലത്ത് കിടക്കുന്ന ന്യൂസ് പേപ്പർ, മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ട്യൂൺ ഉണ്ടാക്കും. അത്ര ഗിഫ്റ്റഡ് മാനായിരുന്നു. പക്ഷേ ഈ അദ്ദേഹത്തിനും ഇത് ആവശ്യമായി വന്നു. അതുപോലെ വേറെ ആരെടുത്താലും 2-3 പേരിങ്ങനെ ആയിപ്പോയല്ലോ. കുളത്തൂപ്പുഴ രവി, അല്ലെങ്കിൽ കുറേ ആളുകൾ അവർ ഇതിൻ്റെ അടിമകളായതുകൊണ്ട് അവർക്ക് അധികം നാൾ ജീവിച്ചിരിക്കാൻ പറ്റിയില്ല. അവരെ പോലെ അതിമനോഹരമായിട്ട് സംഗീതം കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ വളരെ കുറവാണ്. സാർ ഏറ്റവും അഡ്മയർ ചെയ്ത സംഗീത സംവിധായകൻ ആരാണ് മലയാളത്തിൽ? അല്ല, അത് അദ്ദേഹം നൗഷാദ് സാറ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ജോൺസൺ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മയെന്ന് വരികയാണെങ്കിൽ, പാടിവാ കാറ്റേ ഇത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല പാട്ട്. ഇപ്പൊ നൗഷാദ് സാറിന്റെ കൂടെ സാറ് ഒരു 10-20 വർഷം അദ്ദേഹത്തിന്റെ 5 കൊല്ലം. സാറ് പിന്നെ എന്താ ബോളിവുഡിലേക്ക് പോകാതെ? ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ശരിയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ആഗ്രഹം അതല്ല. അവിടെ ഈവൺ ഇൻ ഹിന്ദി സോങ്സിലും ചില ഭാഗങ്ങളിലൊക്കെ തെറ്റുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് കാരണം പാട്ട് ഹിന്ദിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ആളുകൾ, ഹിന്ദി എന്ന് പറയുമ്പോൾ ഉറുദുവാണ്. പക്ഷേ ഈ ട്യൂൺ കൊണ്ടേ കൊടുക്കുന്നത് ഗോവാക്കാരുടെ കയ്യിലാണ്. ഗോവാക്കാരാണ് അവിടെ ഓർക്കസ്ട്ര കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഗൊൺസാൽവസ് കാണും, അവിടെ ഒരു സെബാസ്റ്റ്യൻ ഡിസൂസ കാണും, അവിടെ ഒരു വാസ് കാണും. അവരൊക്കെ ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി അത്ര അവഗാഹം ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് ചില റോങ് നോട്ട്സൊക്കെ അവർ കോഡിലിടും, ഈ രാഗത്തിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ടിരുന്ന് കൊള്ളില്ല, ഇതെനിക്ക് ഫുള്ളായിട്ട് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അമേരിക്കയിൽ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാനായിട്ട് പോയി. അങ്ങനെയാണ് പിന്നെ പഠിച്ചു വന്നിട്ടാണ് മഞ്ഞൾ വരുന്നത്. സാർ, ഇപ്പോഴത്തെ ഒരു മ്യൂസീഷ്യൻസിന് ഇപ്പൊ ഒരു മ്യൂസിക് കമ്പോസർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് സാറ് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ആക്ച്വലി ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. നിങ്ങൾ അണുബോംബ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ പല പല സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പൈസ ചെലവഴിക്കുന്നത്. ഹ്യൂമാനിറ്റിയുടെ 5-1 ഭാഗമായ ഇന്ത്യൻ ജനതയ്ക്ക് പാട്ടുണ്ടാക്കുന്ന പ്രക്രിയ നടത്താനായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ടോ? 70 കൊല്ലം കഴിഞ്ഞു ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട്, ചെയ്തിട്ടില്ല. അതൊരു വലിയ എന്താ പറയുക, ഒരു വിടവാണ്. നമ്മുടെ കൾച്ചറിൻ്റെ ഒരു പോരായ്മയാണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി ഗവൺമെൻറ് ഫോർ ദാറ്റ് മാറ്റർ ഇസ് ഡൂയിങ് നത്തിങ് ടു ക്രിയേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ലാതെ നമുക്ക് സിനിമയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിവുള്ളവർ വേണം. അപ്പം അതിന് ഒരു വലിയ നഷ്ടം ഇവിടെയുണ്ട്. ആരും മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല, നടത്തുന്നില്ല, ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് മൈ കംപ്ലൈൻറ്റ്. അപ്പം എനിക്ക് പറയാൻ എന്താ പറയുക,
വിവരമുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് സം ഐഡിയ. അപ്പം ഞാൻ നൗഷാദിൻ്റെ അസിസ്റ്റൻ്റായിട്ട് 5 കൊല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ജോലി എടുത്ത ആളാണ്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു, ഞാൻ നോക്കിയൊന്ന് പഠിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പിടുത്തം കിട്ടി. അതുമായിട്ട് ഞാൻ അമേരിക്കയിൽ പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വൈകല്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വെസ്റ്റേൺ മ്യൂസിക്കിന് 100% ആക്കിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ജനങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി ഇതെന്ത് വ്യത്യാസമുണ്ടെന്ന്. സാർ ഇപ്പോൾ സാറ് ജോൺസൺ മാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, സാറ് അമേരിക്കയിൽ പോയി പഠിച്ച പാശ്ചാത്യ സംഗീതം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ജോൺസൺ മാസ്റ്റർ അത് എവിടെയും പോയി പഠിക്കാതെ സ്വയം അങ്ങും പോയി പഠിക്കാതെ തന്നെത്താൻ കണ്ടുപിടിച്ചൊക്കെ ചെയ്തു. ഇത്തിരി കണ്ടുപിടിക്കാൻ അവിടെ മദ്രാസിൽ there were some musicians earlier. ഉദാഹരണത്തിന് പേര് പെട്ടെന്ന് വരുന്നില്ല. ഇളയരാജയൊക്കെ ട്രെയിൻ ചെയ്ത ഒരാളുണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിൽ. അദ്ദേഹത്തോടുകൂടിയും ജോൺസൺ മാസ്റ്റർ കുറച്ചൊക്കെ പഠിച്ചു കാണും. പക്ഷേ എന്നെപ്പോലെ മറുനാട്ടിൽ പോയി എത്ര പേർ 5, 6, 7 കൊല്ലം വെസ്റ്റേൺ മ്യൂസിക് മാത്രം പഠിപ്പിക്കാനുള്ള സാധ്യത ജോൺസൺ ഇല്ലാഞ്ഞിട്ട് കൂടിയും അതിമനോഹരമായ ആ ശൈലിയിൽ അദ്ദേഹം മ്യൂസിക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അൺയൂഷ്വൽ ടാലൻ്റാണ്. എന്നെന്നും കണ്ണിട്ടിലെ പൂവട്ടക തട്ടിച്ചെന്നി എഴുതിയത് കൈതപ്പുറം സാറ്. സാർ അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ഉണ്ടല്ലോ പെട്ടെന്ന് സ്പീഡിയായിട്ട് വരുന്നു, പിന്നെ താന്നു പോകുന്നു. അപ്പൊ പിന്നെ അതിനകത്തൊരു കോറസ് ഉണ്ടല്ലോ, ആ കോറസ് ആണ് ആ പാട്ടിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ആ കോറസിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഉണ്ടല്ലോ. അതായത് എന്നോട് ഫാസിൽ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പാട്ട് തുടക്കത്തിൽ ഇങ്ങനെ ഇങ്ങനെ വേണം, അത് കഴിയുമ്പോൾ ഒന്നിങ്ങനെ പോകണം. ഞാൻ പറഞ്ഞു അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ കൈതപ്പുറം അവിടെ ഇരിക്കുന്നുണ്ട്. കൈതപ്പുറം ജെറി എനിക്ക് മനസ്സിലായി, നമുക്കിത് ചെയ്യാം, ഇത് തട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാക്കുകൾ ആദ്യം എനിക്ക് വാക്കുകൾ പൂവട്ടക തട്ടി ചെന്നി പൂമലയിൽ പൂമഴ ചെന്നി പൂക്കായിട്ട് കയ്യും വീശി ആമല പൂമല കയറി. അപ്പം അപ്പൊ ഇങ്ങനെയാണ് പൂവട്ടക തട്ടി ചെന്നി പൂമഴയിൽ പൂമഴ ചെന്നി പൂക്കായിട്ട് കയ്യും വീശി ആമല ഈമല പൂമല കയറി അങ്ങേ കണ്ടെത്ര പെണ്ണിനൊരുമ കൊടുത്ത് തോന്നി കാറ്റേ ഉമ്മ കൊടുത്തു ഞങ്ങളും കണ്ട്. അവിടെയാണ് കോറസ് വരുന്നത്. അവിടെ കോറസിൽ ആ കോറസ് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ആ പാട്ടിന്. എല്ലാം വെച്ച് ഇദ്ദേഹത്തിന്റെ കൈതപ്പുറത്തിന്റെ കഴിവാണ്. അല്ല അത് കോറസ് ആയിട്ട് തന്നെ പോകണമെന്നുള്ളത് സാറിന്റെ തീരുമാനമാണ്. അത് ഈ ലേഡീസ് ഗ്രൂപ്പായിട്ട് പോവുകയാണ്. അപ്പൊ ഒരാളെ കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഗ്രൂപ്പായിട്ട് പോകണം. ഞങ്ങളും കണ്ടല്ലോ ഓ അഷ്ടം തത്തിനേ ഞങ്ങളും കേട്ടല്ലോ. ഫാസിൽ പറഞ്ഞിട്ടുണ്ടാക്കിയ പാട്ട്. അതുപോലെ ആ സിനിമയിലെ വേറൊരു പാട്ടുണ്ടല്ലോ, തങ്കത്തളതാളം തല്ലി വാർപൂന്തൽ കൊളിരു തെന്നി പൂവണിയും നാണമാകുമ്പോ പെൺപുഴയിൽ അവളുടെ തങ്കത്തളതാളം തല്ലി വാർപൂന്തൽ കൊളിരു തെന്നി പൂവണിയും നാണമാകുമ്പോ പെൺപുഴയിൽ അവളുടെ തങ്കത്തളതാളം തല്ലി. ഈ സോങ് വന്നതിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഇതൊരു ഇങ്ങനെ ഒരു ഹിന്ദി പാട്ട്, ഒരു ബംഗാളി പാട്ടിന്റെ ഒരു ഫീലിംഗ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. എസ് ഡി ബർമന്റെ ഏതൊരു പാട്ടിന്റെ ഫീലിംഗ് വെച്ചാണ് ഉണ്ടാക്കിയത്. അതുപോലെയാണല്ലോ മേലെ മേലെ മാനം മേലെ മേലെ മാനം മാനം നീളെ മണ്ണിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാത്തുന്നു. ഇതാരുടെ ഇൻഫ്ലുവൻസിൽ എൻ്റെ സ്വന്തം ട്യൂണാണ്. പക്ഷേ എൻ്റെ ഭംഗിയിരിക്കുന്ന എൻ്റെ ലിറിക്സിലാണ്. എഴുതിയതാരാണ്? ഗിരീഷ് പുത്തഞ്ചേരി. അപ്പം ഈ പാട്ടിൻ്റെ ജീവനാടി ആ ലിറിക്സിലാണ്. മേലെ മേലെ മാനം മാനം നീളെ
മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തും. സാർ, ഈ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതുമ്പോ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് രീതിയും ഈ ട്യൂൺ കേട്ടിട്ട് തന്നെയാണോ? അദ്ദേഹം ഈ ട്യൂൺ കേട്ടിട്ട് അദ്ദേഹം ഒന്ന് എഴുതുകയുണ്ടായി. ആ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് അങ്ങ് എഴുതും. അതെ അതെ, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറയാനും പോയില്ല. കറക്റ്റ് ആയിട്ടല്ല. സാർ, ഇപ്പൊ ഈ പാട്ട് കേൾക്കപ്പോ ഉണ്ടല്ലോ, നമുക്ക് ഇതിന് ഏതെങ്കിലും രീതിയിൽ 1000 കണ്ണുമായ ഒരു കണക്ഷൻ തോന്നും. പക്ഷെ 1000 കണ്ണുമാ അതങ്ങനെ ഓമനക്കുട്ടനാണ് ഇത്. അതല്ല മേലെ 1 2 3 4 5 തന്നേ നന്നാനോ തന്നേ നാനോ തന്നേ നാനോ വേനൽക്കിനാവിന്റെ ചപ്പിൽ വീണുമയങ്ങുമെന്നുത്തേ നിന്നെ തഴുകി തലോടാൻ നാനാനും സ്വപ്നം പാടാൻ പോരൂ ചാരേ മൂവന്തിച്ചേലോലും മുത്തേ മേലെ മേലെ മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തും. അങ്ങനെ എങ്ങനെയോ ഒന്നും. സാർ, ഇപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതുമ്പം അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടാണോ എഴുതുന്നത്? അല്ല, കേട്ടുണ്ട്. വൃത്തം മനസ്സിലാക്കും. മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുക. സംശയമുള്ളപ്പോൾ എന്നോട് ചോദിക്കും, ഞാനൊന്നും കൂടി പാടിക്കും. സാറിന് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേ ബാക്ക് സിംഗർ ആരാണ്? ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടം ഐ എം നോട്ട് കറന്റ്. എനിക്ക് ഇപ്പോഴത്തെ കാലത്തെ പറ്റിയൊന്നും പറയാനൊന്നും. അല്ലാതെ തന്നെ ഇപ്പം യേശുദാസും ജാനകി അമ്മയും കഴിഞ്ഞ, അതല്ലാതെ സാറിന് ഇഷ്ടമുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ പേര്? ഇയാൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഒരു തിരുവനന്തപുരത്തുകാരൻ, ഒരു സുദീപ്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്. സുദീപിന്റെ ഏത് പാട്ടാണ്? എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സുദീപ് നന്നായിട്ട് പാടും. ഏത് പാട്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഏത് പാട്ട് കൊടുത്താലും നന്നായിട്ട് പാടും. ഏത് പാട്ടായിരുന്നു സുദീപിന്? അല്ല, സാറ് പാടിച്ചത് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല. ഇപ്പം സാറോട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത്, സാറിന്റെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഇനി ഏതെങ്കിലും ഒരു സിനിമയെ കൂടെ, ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞതിന് ശേഷം ഇനി ഏതെങ്കിലും ഒരു സിനിമയെ കൂടെ കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണേ എന്നും കൂടെയാണ്. ഞാനൊരു കാര്യം പറയാം, നാടൻ തന്നെ ഒരു സിനിമ പിടിക്കുക. എനിക്ക് അത്രയും കാശൊന്നുമില്ല. ഏതായാലും താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. മലബാർ ജേർണൽ കാണുന്നവരും കേൾക്കുന്നവരുമായ എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഓണാശംസകൾ.